മരുന്നോ ഓപ്പറേഷൻ കൊണ്ടോ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. പക്ഷേ സ്വയം തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങൾ മാറും. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് വേരിക്കോസ് വെയിൻസ് ആണ്. അപ്പോൾ വേരിക്കോസ് വെയിൻസിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയിൽ വേരിക്കോസ് വെയിൻസ് എന്ന് പറയുമ്പോൾ ഈ ഞരമ്പിൻ്റെ തടിക്കലായിട്ടാണ് ബന്ധപ്പെട്ട് കാണുക. അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആയിട്ടൊന്നും ആർക്കും തോന്നാറില്ല. പിന്നെ കാണാനായിട്ടൊരു അഭംഗിയായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ചിലർക്കുണ്ടാവും. പക്ഷേ ഇത് ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോഴാണ് ഇത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ വേരിക്കോസ് വെയിനിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് സാധാരണ അതൊരു വിഷയമായിട്ട് എടുക്കുക. അപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് ശരിക്കും വേരിക്കോസ് വെയിൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഇത് ഒരു അസുഖമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ജിമ്മിൽ പോകുന്ന ബോഡി ബിൽഡേഴ്സിനൊക്കെ നേരത്തൊക്കെ ഇങ്ങനെ നരമ്പ് തടിച്ചിരിക്കുന്ന കാണാം. അതുകൊണ്ട് പൊതുവെ എല്ലാവരും ചിന്തിക്കുന്നത് ഇത് ആരോഗ്യത്തിന് അങ്ങനെ ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമല്ല. കാര്യം ശരിയാണ്. ഈ ബോഡി ബിൽഡേഴ്സിൻ്റെ നരമ്പ് തടിക്കൽ വേറൊരു രീതിയിലാണെങ്കിൽ പോലും അത് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് പൊതുവെ അതൊരു വിഷയമല്ല എന്ന് ചിന്തിക്കും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ശരിക്കും ഈ വെരിക്കോസ് വെയിൻ്റെ അസുഖം എന്താണ്, എപ്പോഴാണ് അതൊരു വിഷയമായിട്ട് നമ്മൾ എടുക്കേണ്ടത്? വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈഡർ വെയിൻസ്, ചെറിയ ചെറിയ രക്തക്കുഴലുകൾ എവിടെയെങ്കിലും സ്കിന്നിന് തൊട്ടടിയിലുള്ളത് ഒരു ചിലന്തി വല പോലെയുള്ള വല പോലെ ഇങ്ങനെ കണ്ടു തുടങ്ങുക എന്നുള്ളതായിരിക്കും മിക്കവാറും തുടക്കത്തിൽ കാണുന്നത്. പക്ഷെ നമ്മൾ ഇന്ത്യൻസിൻ്റെ കളർ, പ്രത്യേകിച്ച് കളർ കുറവുള്ളവർക്കാണെങ്കിൽ അത്ര അത് ചിലപ്പോൾ പ്രോമിനൻ്റ് ആയെന്നിരിക്കുകയില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ കാരണം അത്രയൊന്നും ആരും ഒബ്സർവ് ചെയ്യുന്നുണ്ടാവില്ല. ഈ തിൻ സ്കിന്നുള്ള തൈസിൽ, അതായത് കാലിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ ഏറ്റവും തടിച്ചു വരുന്നത് താഴേക്കായിരിക്കും, മുട്ടിന് താഴെയുള്ള ഭാഗത്തായിരിക്കും. ആക്ച്വലി ഇത് തുടക്കം നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തൈസ് അത് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഒരു ഒബ്സർവ് ചെയ്ത് നമുക്ക് അതിനു വേണ്ടി നോക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് അസുഖമാണെങ്കിലും നമ്മൾ ഏറ്റവും ഏർലിയസ്റ്റ് കണ്ടെത്തുകയാണ് നല്ലത്. കാരണം ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പം അത് നമ്മൾ കാലിലാണ് അത് പ്രോമിനൻ്റ് ആയിട്ട് വരുന്നതെങ്കിലും അത് നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും രക്തക്കുഴലുകളുണ്ട്, അശുദ്ധരക്തം കൊണ്ടുപോകാനുള്ള രക്തക്കുഴലുകളുണ്ട്. അവയെല്ലാം ബാധിക്കുന്നുണ്ട് ഈ ഡാമേജ്. പക്ഷെ കാലിന് താഴത്തെ ഭാഗവും അതുപോലെ ശരിക്കും പറഞ്ഞാൽ വെരിക്കോസ് വെയിനുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു സെയിം രോഗം തന്നെയാണ് പൈൽസ് എന്ന് പറയുന്നത്. അതായത് മലദ്വാരത്തിൻ്റെ ചുറ്റുമുള്ള റെക്ടം, അതുപോലെ മലദ്വാരത്തിൻ്റെ ചുറ്റുമുള്ള ആ ഭാഗത്തെ രക്തക്കുഴലുകൾ തടിക്കുന്നതിന് നമ്മൾ പൈൽസ് എന്ന് പറയും. കാലിൽ തടിക്കുന്നതിന് നമ്മൾ ഞരമ്പ് തടിക്കുക അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ എന്ന് പറയും. പിന്നെ ഒരു പ്രധാന ഏരിയ സ്ക്രോട്ടമാണ്. ആണുങ്ങളിൽ വൃഷ്ണത്തിന് ചുറ്റുമുള്ള ഭാഗത്ത് അവിടുത്തെ ഡ്രെയിനേജിനും ബ്ലോക്ക് വരുന്നതിനാണ് വെരിക്കോസീൽ എന്ന് പറയുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ വെരിക്കോസ് വെയിനെ ഒരു കോസ്മെറ്റിക് പ്രശ്നം മാത്രമായിട്ട് കാലിലെ കാണുന്നു. പൈൽസ് എന്ന് പറയുമ്പം അത് ബ്ലീഡിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കാണുന്നു. വെരിക്കോസീൽ വൃഷ്ണത്തിലുള്ളതിലാണെങ്കിൽ നമ്മൾ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് കാണുന്നു. പക്ഷെ ഇതെല്ലാം ഒറ്റ ഒരു രോഗത്തിൻ്റെ വിവിധ മുഖങ്ങളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ അൾട്ടിമേറ്റ് കോസിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക്കലി നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റഡീസ് കാണിക്കുന്നത് നമ്മളുടെ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുന്നത് നമ്മളുടെ തന്നെ സിസ്റ്റത്തിൻ്റെ എറർ കൊണ്ടും ഒരു ഇമ്മ്യൂണോളജിക്കൽ പ്രോബ്ലം, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ കാറ്റഗറിയിലേക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് കാണിക്കുന്നത്. ഇപ്പം ഈ വെരിക്കോസ് വെയിൻസിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം നമ്മൾ കേൾക്കുമ്പോൾ സാധാരണ അത് ഈ പറഞ്ഞ പോലെ മുഴച്ച് വന്നു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ സ്കിന്നിൽ തൊലിപ്പുറത്ത് എന്തെങ്കിലും പൊട്ടലൊക്കെ വന്ന് കളറൊക്കെ മാറി ഇരുണ്ടൊക്കെ പോയി അങ്ങനെ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് സാധാരണ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ സീരിയസ് ആയിട്ട് കിടക്കുക. അപ്പോൾ ഇങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ പുറത്ത് കാണുന്നത് ഇല്ലാതെയാക്കുക എന്നുള്ള ഒരു രീതിയിലാണല്ലോ. അപ്പോൾ ഡോക്ടർ ഇപ്പം പറഞ്ഞതനുസരിച്ച് ഈ കാലേ കാണുന്നത് പോലെ തന്നെ ശരീരത്തിൽ പല ഭാഗത്തായിട്ട് ഉണ്ടാവാം, ഉള്ളിലും ഉണ്ടാവാം, പുറത്ത് കാണാത്ത രീതിയിൽ ഉള്ളിലും വരാം. പിന്നെ കൂടാതെ ഇങ്ങനെ ഒരു സിസ്റ്റമിക് അസുഖം പോലെ ഇത് ശരീരത്തിൽ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്ന, അതേസമയം കാലയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു.
അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ കാലയിലുള്ളത് ഇല്ലാതെയാക്കുക എന്നുള്ളതിലും ഉപരിയായി എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? ആദ്യമായിട്ട് ഈ വെരിക്കോസ് വെയിൻ അത് ഈ രക്തക്കൊഴലുകളെ ബാധിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ കാലിൽ ആദ്യം കാണുന്നത്? അല്ലെങ്കിൽ പൈൽസ് ആയിട്ട് ഏനസിലും മലദ്വാരത്തിൽ വരുന്നത്? അല്ല വൃഷ്ണങ്ങളിൽ മാത്രം അത് കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രാവിറ്റിയുടെ, അതായത് നമ്മുടെ ഭൂമിയെ ആകർഷണത്തിൻ്റെ ഉണ്ടല്ലോ. അപ്പോൾ ആ താഴേക്ക് എപ്പോഴും ബ്ലഡ് പൂൾ ചെയ്യാനുള്ള സാധ്യത വരിക. ആക്ച്വലി ഇതിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ രക്തക്കൊഴലുകൾ വികസിച്ച് രക്തക്കൊഴലുകളെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൊളാജൻ ഇലാസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് വരുന്ന ഒരു ഡാമേജാണ്. അതിന് ഡാമേജ് വന്നു കഴിയുമ്പം ഈ ഈ അശുദ്ധ രക്തം ഒഴുകുന്നത്, അതായത് വെയിനിൽ കൂടെ വരുന്നത് മുകളിലേക്ക് മാത്രം ഒഴുകുക, താഴേക്ക് തിരിച്ചു പോകാൻ പാടില്ല എന്നാണ്. പക്ഷേ അവിടെ ഒരു വാൽവുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ അത് താഴേക്ക് ഒഴുകാതിരിക്കാനുള്ള വാൽവുണ്ട്. അതിന് ഡാമേജ് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാമേജ് വന്ന് താഴേക്ക് ഒഴുകാനായിട്ട് പോകുമ്പോൾ അതിന് ബോഡി ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആയിട്ട് അതിങ്ങനെ രക്തക്കൊഴലുകൾ വളഞ്ഞു വരും. അതാണ് നമ്മൾ ഈ കാലിൽ കാണിക്കുന്നത്. സെയിം മെക്കാനിസം തന്നെയാണ് വൃഷ്ണത്തിലാണേലും പൈൽസിന്റെ കാര്യത്തിലാണേലും ഈ രക്തക്കൊഴലുകൾക്ക് ഈ പ്രഷർ താങ്ങാൻ പറ്റാതെ വരുന്നു. അത് മടങ്ങി 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 പ്രഷർ താങ്ങാൻ പറ്റാതെ അതിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവായിട്ട് അതിനെ മടക്കാൻ നോക്കും, താഴേക്ക് ബ്ലഡ് പോകാതിരിക്കാൻ. ആക്ച്വലി ഇത് ശരിക്കും സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫിസിയോളജിക്കകത്ത് വരുന്നത് ഈ രക്തക്കൊഴലിന് ഡാമേജ് വരുന്നു. അതിൽ ഒപ്പം തന്നെ നടക്കുന്നത് വീനസ് പ്രഷർ കൂടുന്നു. നമ്മൾ സാധാരണ പ്രഷർ എടുക്കുന്നത് നമ്മൾ ആർട്ടീരിയൽ പ്രഷർ, നമ്മൾ കയ്യിൽ നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ആർട്ടറിയിൽ ഉണ്ടാകുന്നത്, അതായത് ശുദ്ധരക്തം കൊണ്ടുപോകുന്ന രക്തക്കൊഴലുകളിൽ വരുന്നതാണ്. ഇത് ഈ അശുദ്ധരക്തം കൊണ്ടുപോകുന്ന രക്തക്കൊഴലുകളിലെ പ്രഷർ കൂടുന്നു. ശരിക്കും ഇത് വീനസ് ഹൈപ്പർ ടെൻഷൻ എന്ന് ഇതിനെ പറയാം. അപ്പം കാലിലെ രക്തക്കൊഴലുകളിലെ പ്രഷർ കൂടുന്നു, അല്ലെ മലദ്വാരത്തിലെ രക്തക്കൊഴലുകളിലെ പ്രഷർ കൂടുന്നു, പ്രശ്നങ്ങളിലെ പ്രഷർ കൂടുന്നു. ഇതെല്ലാം കാരണം ഇതിൻ്റെയൊക്കെ അവിടെ ഏറ്റവും പെട്ടെന്ന് വരികയും അവിടെ അത് പ്രഷർ കൂടാനുമുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗുരുത്വാകർഷണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ബ്ലഡ് പൂളിങ് വരുന്നത് കൊണ്ടാണ്. അപ്പം അതിന് പല മെക്കാനിസങ്ങളുണ്ട്. ഒരു കാര്യം കൊണ്ട് മാത്രമല്ല ഈ ഇതിൽ വരുന്നത്. പല മെക്കാനിസംസ് ഇതിനകത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. അതിലിപ്പം ചില ജിമ്മിൽ പോകുന്നവർക്ക് വരുന്നതിന് ഒരു കാരണമായിരിക്കാം, അല്ലെങ്കിൽ അല്ലാത്തവർക്ക് വരുന്നവർ, അങ്ങനെ പല ഡിഫറെൻറ്റ് മെക്കാനിസംസ് വഴിയാണ്. അപ്പം അതിനെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുക. ഇപ്പം ഈ വേരിക്കോസ് വെയിൻസിന്റെ പ്രശ്നമുള്ളവർക്ക് ഇപ്പം ഡോക്ടർ പറഞ്ഞതനുസരിച്ച് പൈൽസിന്റെ വരാം, വേരിക്കോസിന്റെ വരാം. അങ്ങനെ വരുന്നവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റിൽ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അതിന്റെ റോൾ എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടി വരുന്നത് ഒരു സർജിക്കൽ ഇന്റർവെൻഷൻ ആയിട്ടാണല്ലോ പറയാം. അപ്പോൾ അങ്ങനെ സർജിക്കൽ ഇന്റർവെൻഷൻ ചെയ്താലും പലപ്പോഴും അത് പിന്നീടും കുറച്ച് കഴിയുമ്പോൾ അത് റിക്കർ ചെയ്യുന്നതായിട്ട് ആണ് കാണുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ, ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇതിലെന്താ റോള്? ശരി, ഇതെല്ലാം ഈ വീനസ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ വെരിക്കോസിലും പൈൽസും വെരിക്കോസ് വെയിനും എല്ലാം ജീവിതശൈലി രോഗങ്ങളിലാണ് വരുന്നത്. അപ്പം ഈ ജീവിതശൈലി രോഗങ്ങളെല്ലാം ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അപ്പം അതിനകത്ത് വരുന്ന ഒന്ന് നമ്മളുടെ ആക്ടിവിറ്റീസ്. ഇപ്പം നമ്മൾ ഭയങ്കര ഭാരമൊക്കെ വെയിറ്റ് പൊക്കുന്നത് ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി ഈ 3 കാര്യങ്ങളും, അതായത് പൈൽസ് ആണേലും വെരിക്കോസ് വെയിൻ ആണേലും വെരിക്കോസിലാണേലും വരാൻ ചാൻസ് കൂടുതലാണ്. ജിമ്മിൽ പോയി വെയിറ്റ് വെക്കുവാണേലും ശരി, ഭാരം അല്ലാത്ത ഒരു ഒക്യുപ്പേഷൻ്റെ അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട് ഭാരം പൊക്കുവാണേലും അതിൽ തന്നെ നമ്മളത് എങ്ങനെ ഭാരം പൊക്കുന്നു, അതായത് നമ്മൾ ശ്വാസം സാധാരണ നമ്മളെപ്പോഴും ഉള്ളിലേക്ക് എടുത്ത് പിടിച്ചുകൊണ്ട് ശ്വാസം ഇത് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. അപ്പം അവിടെ മുതൽ നമ്മൾ ബ്രീത്തിങ് രീതി, പ്രത്യേകിച്ച് ജോലി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ബ്രീത്തിങ് രീതി മുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും പ്രധാനം വെരിക്കോസ് വെയിൻ എന്നുള്ളത് വെയിറ്റ് ആണ്. നമ്മുടെ ഒബേസിറ്റി ആയിട്ട് ഇത് വളരെ കണക്റ്റഡ് ആണ്. ഒബേസിറ്റി, പ്രത്യേകിച്ച് അബ്ഡോമിനൽ ഒബേസിറ്റി, കുടവയറ് വരുന്നതനുസരിച്ച് വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത കൂടുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വീനസ് പ്രഷർ, അതായത് ഈ വയറിനകത്തൂടെ വേണമല്ലോ ഈ രക്തം മുകളിലോട്ട് ഒഴുകാൻ. അപ്പോൾ അതിനകത്ത് മുഴുവൻ ഫാറ്റ് കെട്ടി, ആക്ച്വലി കുടവയറെന്നുള്ളത് കാണിക്കുന്നത് എന്താ, അതിനകത്ത് ഫാറ്റ് കിട്ടുകയാണ്. അപ്പം നമ്മുടെ അബ്ഡോമിനൽ പ്രഷർ, വയറിനകത്തെ പ്രഷർ കൂടുന്നു. അപ്പോൾ ആ പ്രഷർ കൂടുമ്പോൾ അത് കാലിലേക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെരിക്കോസ് ഈ വെയിൻ്റെ മടങ്ങി വരാനും, അതുപോലെ തന്നെ കാലിലെ പ്രഷർ കൂടിയിട്ട് വെരിക്കോസ് വെയിൻ വരും. ഈക്വലി വെയിനസിലെ പ്രഷർ കൂടുമ്പം ഇത് വരും,
ഏനൽ പൈൽസ് വരും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ സ്റ്റൂള് നമ്മൾ മല വിസർജന സമയത്ത് നമ്മൾ ബ്രീത്തിങ് മെത്തേഡ് യൂഷ്വലി എപ്പോഴും എല്ലാത്തിനും നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും ചെസ്റ്റിലെ പ്രഷറും കൂടിയിരിക്കുകയായിരിക്കും, അബ്ഡോമിനൽ പ്രഷറും കൂടിയിരിക്കുകയായിരിക്കും. അതിൻ്റെ കൂടി ഈ സ്ട്രെയിനും കൂടെ വരുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലി വീണ്ടും വീനസ് പ്രഷർ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പല മെക്കാനിസംസ് ആണ് ഇതിനകത്ത് പ്ലേ ചെയ്യുന്നത്. ഇതിനൊപ്പം തന്നെ നമ്മുടെ ഫുഡുമായിട്ടും അതിന് റിലേഷൻ ഉണ്ട്. പലപ്പോഴും വെരിക്കോസ് വെയിൻ ഉള്ളവർ അത് അത്ര ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ചിലപ്പം വെരിക്കോസ് വെയിൻ അൾസറൊക്കെ എത്തിയവർക്ക് ചില ഫുഡ് കഴിക്കുമ്പോൾ അൾസർ കൂടുന്ന അറിയാം. പക്ഷെ പൈൽസിലുള്ള എല്ലാവർക്കും അറിയാം ചില ഫുഡുമായിട്ട് ഏതൊക്കെ അറ്റ്ലീസ്റ്റ് കുറേ ഫുഡ് അവർക്ക് വെരി ക്ലിയർ ആയിരിക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ പൈൽസ് കൂടുമെന്നുള്ളത്. അപ്പം അത് ഫുഡുമായിട്ട് റിലേറ്റഡ് ആയത് നമ്മൾ പൈൽസിൻ്റെ കാര്യത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. അത് സെയിം ആപ്ലിക്കബിൾ ആണ് വെരിക്കോസ് വെയിൻ്റെ കാര്യത്തിലാണേലും വെരിക്കോസ് അൾസറിൻ്റെ കാര്യത്തിലാണേലും വെരിക്കോസീലിൻ്റെ കാര്യത്തിലാണേലും. അത് ആ ഫുഡ് തെറ്റായ ഫുഡ് കഴിക്കുമ്പോഴാണ് ഈ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരാനായിട്ടുള്ള ഒരു കാരണമാണ്. ഇപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഏതെങ്കിലും കേസസോ സ്റ്റഡീസോ അങ്ങനത്തെ ഇത് വെച്ച് നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഞാൻ ഡിഫറെൻറ്റ് ലെവലിലുള്ള വെരിക്കോസ് വെയിൻസ് കാണാറുണ്ട്. അതായത് തുടക്കത്തിലുള്ളവർ വരാറുണ്ട്, കുറച്ച് കൂടുതൽ. സാധാരണ നമ്മളൊരു 6 സ്റ്റേജായിട്ടാണ് വെരിക്കോസ് വെയിനെ ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും പല പേഷ്യൻസും വരുന്നവർ ഓൾറെഡി സർജറിയൊക്കെ അണ്ടർഗോ ചെയ്തവരായിരിക്കും. അപ്പം ബേസിക്കലി സർജറിയിലെല്ലാം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വെരിക്കോസ് വെയിൻ്റെ മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ്സിനകത്ത് എല്ലാം വരുന്നത് നമ്മൾ ഈ രക്തക്കൊഴലുകളെ അങ്ങ് ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ്. അത് കാലിലെ വെരിക്കോസ് വെയിൻ ആണെങ്കിൽ നമ്മൾ ആ രക്തക്കൊഴലുകൾ, ആ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള, അതായത് നമ്മൾ ആ സ്കിന്നിനടിയിൽ കാണും, നമുക്ക് കാണാൻ പറ്റുന്ന രക്തക്കൊഴലുകളെ അങ്ങ് ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഡീപ്പ് വെയിൻസിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് ഒരു സർജറി കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ കോസ്മെറ്റിക് ഇഫക്റ്റാണ് കാലിൽ വെരിക്കോസ് വെയിന് വേണ്ടിയിട്ട് വരുന്നത്. പിന്നെ പൈൽസിൽ നമ്മൾ ഇത് വരുമ്പോഴും അവിടെയും നമ്മൾ ആ പൈൽസിനെ ടൈ ചെയ്യുക, കെട്ടുക, അങ്ങനെയൊക്കെ ചെയ്ത് അതിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈവൻ വെരിക്കോസീൽ പ്രശ്നത്തിൽ വരുമ്പോഴും നമ്മൾ അങ്ങോട്ടുള്ള ബ്ലഡ് ആ രക്തക്കൊഴലുകളെ തന്നെ അവിടെയും ബ്ലോക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് അവിടെയും ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. പക്ഷെ അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ രക്തയോട്ടത്തിൻ്റെ പോസിബിലിറ്റീസ് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ജീവിതശൈലി കറക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും റൂട്ട് കോസസ് അതിൽ ഒന്ന് വീനസ് പ്രഷർ കൂടുക. വീനസ് പ്രഷർ കൂടുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം വയറിൽ നമ്മുടെ ശരീരത്തിലുള്ള എക്സസ് ഫാറ്റാണ്. അപ്പം ഞാൻ അത് ഒരു പേഷ്യൻറ്റിൻ്റെ എക്സാമ്പിളാക്കി ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഇദ്ദേഹം ഒരു 65 വയസ്സുള്ള 181 സെൻറ്റിമീറ്ററാണ് അദ്ദേഹത്തിൻ്റെ പൊക്കം. അദ്ദേഹത്തിൻ്റെ തൂക്കം 99.3, അതായത് ഓൾമോസ്റ്റ് 100 kg ആണ് തൂക്കം. പൊക്കമുള്ള ആളാണ്. അപ്പം നമ്മൾ ജനറലി എടുക്കുമ്പോൾ നല്ല പൊക്കം വണ്ണമൊക്കെ ഉള്ള ഒരാൾ, എന്നാൽ നല്ല ഒത്ത ആളെന്ന് നമ്മൾ പറയുന്നത് പോലെയുള്ള ഇതാണ്. പക്ഷേ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ആകാവുന്ന വെയിറ്റ് തന്നെ 80 കിലോ ആണ്. അതിൽ തന്നെ നമ്മൾ ഒരു ഐഡിയൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും 180 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾക്ക് ഐഡിയൽ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഒരു 70 കിലോയെ പാടുള്ളൂ, പ്രത്യേകിച്ച് ഈ 65 വയസ്സിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൂക്കം അപ്പം ഓൾമോസ്റ്റ് 100 ആണ്. ഇദ്ദേഹത്തിൻ്റെ പല പ്രാവശ്യം ഈ വെരിക്കോസ് വെയിൻ വന്ന് ബ്ലീഡിങ് വന്നിട്ടുണ്ട്. വെരിക്കോസ് കാലിൽ നിന്ന് ബ്ലഡ് പോയിട്ടുണ്ട്. 2 കാലിലും ഉണ്ട്. അതായത് ഗ്രേഡ് 6 ആണ്. ഓൾറെഡി നമ്മൾ ഈ അൾസറും ബ്ലീഡിങ്ങും ഒക്കെ വന്നവർ ഗ്രേഡ് 6ലാണ് വരുന്നത്. ഇതുകൂടാതെ ഇദ്ദേഹത്തിന് പൈൽസ് ഉണ്ട്, റിക്കറൻറ്റ് ബ്ലീഡിങ് ഉണ്ട് പൈൽസ്. അതുപോലെ സാധാരണ വെരിക്കോസ് സീൽ, അതായത് വൃഷ്ണത്തിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകുന്നത് വളരെ റെയറാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ആ വൃഷ്ണത്തിൽ നിന്ന് പോലുമുള്ള ബ്ലീഡിങ് പലപ്പോഴും അദ്ദേഹം പറയുന്നത് പലപ്പോഴും അണ്ടർ പാൻറ്റീസ് ഇന്നർ വെയറിനകത്ത് ബ്ലഡ് കാണാറുണ്ടെന്ന്. അപ്പം ആ ഒരു നിലയിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ അദ്ദേഹത്തിന് പല ലിവറിലുണ്ട്, ഫാറ്റി ലിവറും അതുപോലെ ലിവർ എൻസൈംസ് കൂടുതലുണ്ടായിരുന്നു. SGPT ഒക്കെ 96 ഒക്കെയാണ്. അതുപോലെ കിഡ്നി ഫങ്ഷൻ കുറവാണ്, 66ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം വെരിക്കോസ് വെയിനിൽ കാണുന്നത് ഈ ഹോമോസിസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരു കാർഡിയാക് മാർക്കറായിട്ട് വെച്ചിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഹോമോസിസ്റ്റിൻ. അതൊരു അമിനോ ആസിഡ്, അതിൻ്റെ അളവ് കൂടുന്നുണ്ടാവും. ആ ഇതിനെക്കുറിച്ച് പറയുന്നത് തന്നെ അത് നമ്മുടെ രക്തക്കൊഴലുകളെ ദ്രവിപ്പിച്ച് കളയുന്നതാണ്. അതായത് ഈ ഹോമോസിസ്റ്റിൻ കൂടി നിൽക്കുന്നത്, കൊറോഡിങ് ദ ബ്ലഡ് രക്തക്കൊഴലുകൾ. അപ്പോൾ ആ ഹോമോസിസ്റ്റിന് മിക്കവാറും പേരിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് വെരിക്കോസ് വെയിൻ ഉള്ള പേഷ്യൻസിന്. ഹാർട്ട് പേഷ്യൻറ്റിനും അതുപോലെ വെരിക്കോസ് വെയിൻ ഉള്ളവർക്കും ഈ ഹോമോസിസ്റ്റിനും കൂടുതലായിരുന്നു.
അപ്പം ഇദ്ദേഹത്തിന് എന്ത് അപ്പം ഇദ്ദേഹത്തിന്റെ അസുഖങ്ങൾ തന്നെ പറയാൻ തുടങ്ങി നമുക്ക് ഒത്തിരി ഉണ്ട്. കാരണം കാലയിൽ വേദനയുണ്ട്, അലർജിയുണ്ട്, സ്നീസിങ് അലർജിയും, തുമ്മലുണ്ട്, തൈറോയിഡ് ഉണ്ട്. യൂഷ്വലി ഇതിന്റെ കൂടെ മറ്റ് ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് വരുന്നതും കോമൺ ആണ്. അപ്പം ഇദ്ദേഹത്തിന് തൈറോയിഡ് ഉണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം മരുന്നും എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വെരിക്കോസ് വെയിനിന് വേണ്ടിയിട്ട് മരുന്നായിട്ടൊന്നും ഇല്ല. വെരിക്കോസ് വെയിന് മരുന്ന് എടുക്കാനൊന്നും ഇല്ല. അതുകൊണ്ടാണ് സർജിക്കൽ കറക്ഷൻ. അദ്ദേഹത്തോട് സർജറി പറഞ്ഞപ്പോഴാണ് നമ്മുടെ വരാൻ കാരണം. അപ്പം 3 മന്ത്സ് കൊണ്ട് ആക്ച്വലി അദ്ദേഹത്തിന് 3 മാസം കൊണ്ട് അദ്ദേഹത്തിന്റെ വെയിറ്റ് 99.3 അത്രയായിരുന്നു. ഓക്കെ, അതിൽ നിന്ന് 79ലേക്ക് വരാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം ഓൾമോസ്റ്റ് 20 kg റിഡക്ഷൻ ആണ് 3 മന്ത്സ് കൊണ്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളും എല്ലാം മാറി എന്നുള്ളതാണ്. അപ്പം എന്നാലും വെരിക്കോസ് വെയിൻസ് വെയിറ്റ് കുറഞ്ഞുകൊണ്ട് മാത്രം കംപ്ലീറ്റ്ലി അങ്ങ് മാറുകയല്ല. ഇത് വെയിറ്റ് കുറയൽ മാത്രമല്ല, നമ്മൾ സ്പെഷ്യൽ ന്യൂട്രീഷൻ കൊടുത്ത്, പ്രത്യേകിച്ച് ഈ ഹോമോസിസ്റ്റിൻ ഒക്കെ കുറയ്ക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ന്യൂട്രീഷൻ. അദ്ദേഹത്തിന്റെ ഹോമോസിസ്റ്റിൻ ഒക്കെ ഒരു ഡേ 60 ആയപ്പോഴേക്കും ഹോമോസിസ്റ്റിൻ നോർമലായി. അതിന് ഡേ 30 ആയപ്പോൾ തന്നെ ലിവർ ഫങ്ഷൻ നോർമലായി. കിഡ്നി ഫങ്ഷനിൽ 66 ഉണ്ടായിരുന്നത് ആക്ച്വലി 91ലേക്ക് ഡേ 90 ആയപ്പോഴേക്കും റീനൽ ഫങ്ഷൻ കൂടി. സോ ഒരു കാര്യത്തിലല്ല, നമ്മളിപ്പം ഇപ്പോൾ ഒരു വെരിക്കോസ് വെയിനിന് വേണ്ടിയിട്ട് നമ്മളൊരു സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മാത്രമല്ലേ കിട്ടുള്ളൂ, ആ കാലിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഇത് അദ്ദേഹത്തിൻ്റെ വെരിക്കോസീലിനും വൃഷ്ണത്തിലെ പ്രശ്നങ്ങൾ മാറി, പൈൽസിൻ്റെ പ്രശ്നങ്ങൾ കുറഞ്ഞു, അതുപോലെ ഫാറ്റി ലിവർ മാറി, വെയിറ്റിൽ റിഡക്ഷൻ കിട്ടി. ഓൾമോസ്റ്റ് 20 kg ഇൻ 3 മന്ത്സ് 20% കുറയ്ക്കാൻ പറ്റി. അപ്പോൾ അത് 20% എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് റിസൾട്ടാണ്. അപ്പോൾ അതിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം അതോട് പാരലായിട്ട് അദ്ദേഹത്തിൻ്റെ മറ്റു പ്രശ്നങ്ങൾ എല്ലാം ഒന്നിച്ച് മാറിക്കിട്ടുകയാണ് ഇന്ന്. അപ്പം നമ്മളിത് ബോഡിയെ കറക്റ്റ് ചെയ്യുക, അല്ലാതെ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ആ ഒരു തടിച്ചിരിക്കുന്ന വെയിനിനെ പോയി ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ അതിനെ അങ്ങ് അങ്ങനെ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതല്ല. ഇത് ബോഡിയെ കറക്റ്റ് ചെയ്യുമ്പം എല്ലാ പാരാമീറ്റേഴ്സിലുമാണ് അതിൻ്റെ ബെനിഫിറ്റ് വരുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ, ഈ തടിച്ചിരിക്കുന്ന വെയിനിനെ തിരുത്തുക എന്നുള്ളതാണ് പൊതുവെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സർജറി കൂടെ അല്ലെങ്കിൽ പ്രൊസീഡിയേഴ്സ് കൂടെ. പക്ഷേ നമ്മളുടെ ഈ സ്റ്റഡീസൊക്കെ കാണിക്കുന്നത് ശരിക്കും ആ തടിച്ചിരിക്കുന്ന വെയിൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഭാഗത്തുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ഈ രക്തക്കുഴലുകളും. അപ്പം ഇങ്ങനെ ഇതിൽ നിന്ന് നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്, ഈ മൈന്യൂട്ടായിട്ടുള്ള രക്തക്കുഴലുകളുടെ ആരോഗ്യം മോശമാവുമ്പോഴാണ് ഈ തടിച്ചിരിക്കുന്ന വെയിൻസിൻ്റെ ഉള്ള കാലുകളിൽ കോംപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ വെയിൻസ് തടിച്ചിരിക്കുന്നതുകൊണ്ടല്ല ഈ കോംപ്ലിക്കേഷൻ വരുന്നത്, ഈ ചെറിയ രക്തക്കുഴലുകളുടെ ഡാമേജ് കാരണമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ പറയുന്നത്, ഈ ചെറിയ രക്തക്കുഴലുകളിൽ കൂടെ ഉള്ള സർക്കുലേഷൻ, അത് ന്യൂട്രീഷൻ ആണെങ്കിലും ശരി, ഓക്സിജൻ ആണെങ്കിലും ശരി, വേസ്റ്റ് കൊണ്ടുപോകാനാണെങ്കിലും, ഇതെല്ലാം തടസ്സപ്പെടുന്നത് കൊണ്ടാണ് ആ ഭാഗം ശരീരത്തിന് ഡാമേജ് വരുന്നത്. അപ്പോൾ ഈ മെയിൻ രക്തക്കുഴലുകൾ മാറ്റുമ്പോൾ ഈ ചെറുതിന് എന്താണ് ചെയ്യാൻ സാധിക്കുക? നമ്മൾ ഒരു ഗ്രേറ്റ് സഫീനസ് വെയിൻ എന്ന് പറയും, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള, അതായത് സ്കിന്നിന് താഴെ. അതൊക്കെ സബ്ക്യൂട്ടേനിയസ് സർക്കുലേഷന്, സ്കിന്നിൻ്റെയും അതിന് തൊട്ടടുത്തുള്ള സ്കിന്നിന് തൊട്ടടിയിലുള്ള ഇതിന് മാത്രമാണ് ആ സർക്കുലേഷൻ വരുന്നത്. അതായത് നമ്മൾ ഈ കാണുന്ന തടിച്ചിരിക്കുന്ന രക്തക്കൊള്ളുകൾ കാരണം അത് 10% ഓഫ് ദ സർക്കുലേഷനെ കാലിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ബാക്കി മേജർ 90% ഡീപ്പ് വെയിൻസ് ആണ്, അതായത് മസിലിനകത്തൂടെ. അപ്പം ഈ മസിലിനകത്തൂടെ പോകുന്ന വെയിനും ഈ നമ്മളുടെ വാൽവുകളുണ്ട്, അതിലും ഡാമേജ് വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെ പുറമേ കാണാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പുറമേ സ്കിന്നിനടിയിലിരിക്കുന്ന രക്തക്കൊഴലുകളെ എടുത്തു കളഞ്ഞതുകൊണ്ടോ, അല്ലെങ്കിൽ അവിടെ ഗ്ലൂ ഇഞ്ചെക്ട് ചെയ്തതുകൊണ്ടോ, അല്ലെങ്കിൽ ലേസർ ചെയ്ത് അതിനെ അങ്ങ് ഒട്ടിപ്പിച്ച് കളയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഗ്ലൂ അല്ലെങ്കിൽ ഈ ലേസർ, റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെ ചെയ്യുമ്പം ഈ രക്തക്കൊഴലുകളെ അങ്ങ് ഒട്ടിച്ച് ഇല്ലെന്നാക്കി ഉള്ള വഴി നമ്മൾ അടച്ചു കളയാണ് ചെയ്യുന്നത്. ശരിക്കും വഴി ബ്ലോക്ക് ആകാൻ കാരണം വേറെയാണ്, അത് നമ്മുടെ വയറിലെ ഫാറ്റും ഒക്കെയാണ്. നമ്മൾ വയറിലെ ഫാറ്റൊക്കെ എടുത്ത് കളഞ്ഞ് അവിടെ വഴിയൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ പ്രഷർ പോയിന്റ് കറക്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മളെന്താ എളുപ്പമാർഗം അവിടെ അങ്ങോട്ട് അടച്ചു കളയാന്നുള്ളതാണ്. അത് അൺസയൻറ്റിഫിക് ആണ്. ശരിക്കും നമ്മൾ അതിന് വലിയ MBBS പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ലോജിക്കലി ഒരാൾക്ക് ചിന്തിക്കാം, നമ്മുടെ ഈ രക്തക്കൊഴലുകൾ ഓരോന്നും നമ്മളുടെ യൂട്രസിൽ, ഗർഭാശയത്തിൽ നമ്മൾ വളരുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ്.
അപ്പം അതിനെ മൊത്തത്തിൽ ഏത് രീതിയിൽ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ അതിനെ പിന്നെ ബോഡി തിരിച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം ഈ വലിയ രക്തക്കുഴലുകൾ അടയുന്നതോടുകൂടി ചെറിയ രക്തക്കുഴലുകൾ ഇല്ലെന്നാകുകയാണ്. കാരണം ചെറിയ രക്തക്കുഴലുകൾ വലുതിലേക്കല്ലേ വരുന്നത്. പിന്നെ അതിന്റെ ഫംഗ്ഷനും കൂടെ ഡീപ്പ് വെയിൻസ് എടുക്കാനായിട്ട് നോക്കും. നമ്മൾ ബോഡി ഒത്തിരി സഫർ ചെയ്യാനും ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ഇല്ലെങ്കിൽ എടുത്തു കളഞ്ഞാൽ എന്ത് ചെയ്യാന്? വേറെ ഏതേതെങ്കിലും രീതിയിൽ അതിനെ കൊണ്ടുപോയി പിന്നെ ഡീപ്പ് വെയിനിലേക്ക് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്മോൾ രക്തക്കുഴലുകൾ സംഭവം അതിന് ഡീപ്പ് വെയിനിലേക്കൊക്കെ കൊടുക്കാനായിട്ടുള്ള ശ്രമം നടത്തും. അവിടെയും പക്ഷേ നമ്മളുടെ മെക്കാനിസത്തിൽ പ്രശ്നമാണ്, നമ്മളുടെ മെറ്റബോളിസത്തിൽ പ്രശ്നമാണ്, നമ്മുടെ ബോഡി ബിൽഡിങ്ങിലുള്ള പ്രശ്നമാണ് ഇത് വരുന്നത്. അപ്പം പുതിയതുണ്ടാക്കുന്ന രക്തക്കുഴലുകൾക്കും ഈ സെയിം ഡാമേജ് വരും. അതാണ് നമ്മുടെ പ്രോബ്ലം വരുന്നത് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെയാണ് വെരിക്കോസ് വെയിൻസ് ഉള്ളവർ കഴിയുന്നതും നമ്മൾ സർജറികൾ ചെയ്യാതെ അങ്ങേയറ്റത്ത് എത്തിക്കാതെ നോക്കുക. രജിസ്റ്ററിനെ അതവിടെ ഇരുന്നോട്ടെ, അതെന്തോ കോസ്മെറ്റിക് ഇഫക്റ്റ്, അങ്ങനെയല്ല. നമ്മളുടെ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുന്നുണ്ട്. വെരിക്കോസ് വെയിൻസ് വരുന്നവർക്ക് പല രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത, സ്ട്രോക്കിനുള്ള സാധ്യത ഒക്കെ കൂടുതലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മളതിനെ രക്തക്കുഴലിനെ അങ്ങ് ഏതെങ്കിലും രീതിയിൽ സർജിക്കലി റിമൂവ് ചെയ്തോ അല്ലെ അടച്ചു കളഞ്ഞോ ആ തടിപ്പില്ലെന്നാക്കിയതുകൊണ്ട് നമ്മുടെ പ്രോബ്ലം തീരെയില്ല. അപ്പം അതിൻ്റെ റൂട്ട് കോസ് ഏത് ഫുഡാണ് നമുക്ക് പറ്റാത്തത്, അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ എക്സസ് ഫാറ്റ് ഉണ്ടെങ്കിൽ അത് കളയാൻ, അത് ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റിക്കുന്ന ഈ പ്രഷർ എഫക്റ്റ് മാത്രമല്ല ഈ ഫാറ്റ് കൂടുമ്പോൾ ഉണ്ടാകുന്നത്. ഈ ഫാറ്റാണ് ആക്ച്വലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും കൂടെയാണ്. അപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ആ മെക്കാനിസംസ് കറക്റ്റ് ചെയ്ത് ന്യൂട്രീഷണൽ ഇംബാലൻസ് ഉണ്ടാകും. ഞാൻ ഈ പറഞ്ഞ ഹോമോസിസ്റ്റീൻ കൂടുന്നത് തന്നെ വൈറ്റമിൻ B12, B9, B6 ഇതൊക്കെ ഡെഫിഷ്യൻസി വരുമ്പോഴാണ്. അപ്പോൾ ഇത്തരം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യുക, ഇതാണ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും ഈ ഒരു തുടക്കത്തിലുള്ള ഒരു വേദനയോ അല്ലെങ്കിൽ അങ്ങനെ വെച്ചാണ് ഇതിൻ്റെ ഒരു ഇറിറ്റേഷൻ വെച്ചാണ് ഇത് ആദ്യം പലരും മനസ്സിലാക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട്. പിന്നെ ആ വേദന കൂടി പിന്നെ അത് സ്ഥിരമായിട്ടുണ്ടാവുകയും പിന്നെ ആ പൊട്ടലും സ്കിന്നിൽ പൊട്ടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി പിന്നെ അത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ വേദന എന്ന് പറയുന്ന സംഭവം അത് തന്നെ പല സ്റ്റേജസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പം എങ്ങനെയാണ് ഒരു പേഷ്യൻ്റ് ഈ വേദനയുടെ കാര്യം മനസ്സിലാക്കുന്നത്? പലപ്പോഴും പല പേഷ്യൻസിനും കാലിലൊക്കെ കഴപ്പായിരിക്കും, കൂടുതൽ നിൽക്കുന്നവർക്ക് കഴപ്പ് വരും. അപ്പോൾ അതിൻ്റെ കൂടെ നോക്കുമ്പോൾ വെരിക്കോസ് വെയിൻസ് കാണും. യൂഷ്വലി എല്ലാവരും ഈ കഴപ്പും വേദനയും വന്നില്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്യാറാണല്ലോ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല, വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ അങ്ങ് പോട്ടെന്ന് വെക്കും. പിന്നെ ആകെ ഒരു കൂട്ടരാണ് നേരത്തെ ആക്ട് ചെയ്യുന്നത്. ശരിക്കും വെരിക്കോസ് വെയിൻ്റെ അകത്ത് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ട്രീറ്റ്മെൻറ്റിന് വരുന്നവർ പലരും ഈ ഡിഫൻസിലൊക്കെ പോലീസിലോ അല്ലെ പട്ടാളത്തിലൊക്കെ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ എടുക്കുകയില്ല. അപ്പം അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഈ പറഞ്ഞതുപോലെ ഈ തുടക്കമൊക്കെ ഉള്ളെങ്കിൽ അവിടെ ഒന്ന് ഈ ഗ്ലൂ ആം അല്ലെങ്കിൽ സ്ക്ലീറോതെറാപ്പി ഒക്കെ പോലെയുള്ള സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ 1-2 വർഷത്തേക്ക് അതവിടെ കാണുകയില്ല. പക്ഷെ പ്രോബ്ലം അത് വീണ്ടും വരും. അപ്പം നമ്മൾ ഈ ഇങ്ങനത്തെ ചെറു വിദ്യകളൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അതിനൊപ്പം കറക്റ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷനും കൂടെ നോക്കി മനസ്സിലാക്കി നമ്മളുടെ ബോഡിയിൽ ടോക്സിൻ ഉണ്ടോ, നമ്മുടെ ഡെഫിഷ്യൻസീസ് ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും കൂടെ അതിൻ്റെ കൂടെ പഠിച്ചില്ലെങ്കിൽ ഇപ്പം പട്ടാളത്തിലെ ജോലിയിലും പോലീസിലെ ജോലിയിലും ഒക്കെ ഒത്തിരി നിൽക്കേണ്ടതായിരിക്കും. ഇപ്പോൾ ട്രാഫിക്കിലും അതിലൊക്കെ ഒത്തിരി നിൽക്കേണ്ട ജോലി വരും. അന്നേരപ്പോഴേക്കും അവർക്ക് അതെല്ലാം കൂടിയെന്നിരിക്കും. അപ്പോൾ അവർക്ക് ജോലി തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കാൻ നോക്കുന്നതിൽ മാത്രം ചിലപ്പോൾ ഒരു പരിധി വരെ ചെറുതൊക്കെ ഉള്ളെങ്കിൽ അതാകാം. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ റൂട്ട് കോസ് കറക്ഷനും കൂടെ നടത്തണം എന്നുള്ളതാണ്. പിന്നെ ലേഡീസ് ആണെങ്കിൽ കോസ്മെറ്റിക്കലി അവർക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും ഈ ഇങ്ങനെ മോഡൽസ് ഒക്കെ പോലെയുള്ള കാല് കാണിക്കേണ്ട രീതിയിലുള്ള ഉള്ള ഇന്ത്യൻസിൽ അത്രയും വരുന്നില്ല. പ്രത്യേകിച്ച് വെസ്റ്റേണേഴ്സിന് കാലിൽ എന്തെങ്കിലും അവർ ജനറലി അവരുടെ ഡ്രസ്സിങ്ങിൽ കാല് കാണുന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളുള്ളവരാണ് ഈ ഏർലി സ്റ്റേജിൽ ഒരു സർജറിക്കൊക്കെ പോവുക. ബാക്കിയുള്ളവരൊക്കെ നല്ല വേദന എത്തി ഒരു സ്റ്റേജ് 4, 5, 6 ഒക്കെ എത്തിയിട്ട് മാത്രമേ 5ഉം 6ഉം ആണ് യൂഷ്വലി ട്രീറ്റ്മെൻറ്റിന് വരാറുള്ളത്. ഈ നേരത്തെ പറഞ്ഞതൊക്കെ ഈ വെയിൻസിൻ്റെ കാര്യമാണല്ലോ. അപ്പോൾ ഈ വെയിൻസിൻ്റെ കാര്യം പോലെ തന്നെ ഇതേ സിറ്റുവേഷനിലുള്ള ഈ വെരിക്കോസ് വെയിൻസ് ഉള്ളവർക്ക് അവരുടെ ആർട്ടറിയിലും ബ്ലോക്കിൻ്റെ ഇഷ്യൂസ് വരാറുണ്ടെന്ന് പറയും. ഇതൊക്കെ പലപ്പോഴും ഒരുമിച്ച് വരുന്ന കാര്യങ്ങളാണ്. അപ്പം ശരിക്കും ഈ വെയിൻസ് പോലെ തന്നെ ആർട്ടറീസിലും ബ്ലോക്ക് ഒരുമിച്ച് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റി എന്താണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്?
മിക്കവാറും പേഷ്യൻസ് ഞാനിപ്പോൾ കാണുന്ന പല പേഷ്യൻസും ഹാർട്ടിൻ്റെ ഇതായിട്ട് വരുന്നവരും പലപ്പോഴും ഹാർട്ടിൻ്റെ ബ്ലോക്കിലായിട്ട് വരുന്നവരുണ്ട്. പെരിഫറൽ ആർട്ടറി ഡിസീസ് കാലിലേക്കുള്ള ഇപ്പോൾ പലർക്കും ഈ വെരിക്കോസ് വെയിന് വരുമ്പം പുകച്ചിലും വേദനയൊക്കെ ആയിട്ടായിരിക്കുമല്ലോ വരുന്നത്. ഇവർ നോക്കുമ്പോൾ നമ്മൾ യൂഷ്വലി ഇതിനൊക്കെ ടെസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് പരിശോധനയായിട്ട് വരുമ്പം അൾട്രാസൗണ്ട് സ്കാൻ ഡോപ്ലർ സ്റ്റഡിയാണ് ചെയ്യുന്നത്. അപ്പം വെരിക്കോസ് വെയിൻ്റെ ഡോപ്ലർ സ്റ്റഡി നോക്കും, ആർട്ടറിയുടെയും നോക്കുമ്പോൾ രണ്ടും നോക്കണം. ശരിക്കും പറഞ്ഞാൽ ഡോപ്ലർ സ്റ്റഡി ഫോർ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി കൊടുക്കുകയാണെങ്കിൽ അത് വെയിൻ മാത്രമേ നോക്കുള്ളൂ. അപ്പോൾ ആർട്ടറിയും കൂടെ നോക്കണമെന്ന് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ആ റിപ്പോർട്ട് കൂടെ കിട്ടുള്ളൂ. അവർക്ക് പലർക്കും ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ രക്തക്കൊഴലുകളിൽ ആർട്ടറിയിൽ ബ്ലോക്കും കൂടെ ഉണ്ടാവും. ഞാനതിനൊരു എക്സാമ്പിളായിട്ട് നമ്മളൊരു ഹാർട്ട് പേഷ്യൻറ്റിൻ്റെ തന്നെ പറയാം. ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ഹാർട്ടിന് വേണ്ടിയിട്ടാണ്. കാർഡിയാക് ആൻജിയോഗ്രാം ചെയ്തപ്പോൾ അതിനകത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറഞ്ഞു, സ്റ്റെൻറ്റ് ഇടണമെന്ന് പറഞ്ഞപ്പോൾ ഹാർട്ടിൻ്റെ കറക്ഷന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന് സ്റ്റെൻറ്റും അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ സർജിക്കൽ കറക്ഷനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അത് മാത്രമല്ല അദ്ദേഹത്തിന് വേറെ പല രോഗങ്ങളും ഉണ്ട്. ആർത്രൈറ്റിസ് ഉണ്ട്, ഗൗട്ടിൻ്റെ ഉണ്ട്, ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ട്, കിഡ്നി സ്റ്റോൺ ഉണ്ട്. പിന്നെ അതിനൊപ്പം തന്നെ വെരിക്കോസ് വെയിന് സ്റ്റേജ് 4 ആണ്. അതായത് സ്റ്റേജ് 4 എന്ന് പറയുമ്പം ഈ കാലിലൊക്കെ നീരും കറുപ്പ് നിറവും ഒക്കെ വന്നിട്ടുള്ളവരെയാണ് നമ്മൾ സ്റ്റേജ് 4 എന്ന് എത്തുന്നത്. അപ്പോൾ ആ ഒരു കറുപ്പ് ശരിക്കും സ്റ്റേജ് 4 അല്ല 5ലേക്ക് വന്നിട്ടുണ്ട്. കാലിൽ കറുപ്പ് നിറമുണ്ട്. പിന്നെ കിഡ്നിയെ ബാധിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ബേസിക്കലി ഇതെല്ലാം ഒരേ രോഗിയിൽ തന്നെ വെരിക്കോസ് വെയിൻ ഉള്ളവർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കി അവരുടെ മറ്റ് പല സിസ്റ്റംസും അഫക്റ്റഡ് ആയിട്ടുണ്ടാവും. പിന്നെ ചൊറിച്ചിലുണ്ട്. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 174 സെൻറ്റിമീറ്റർ പൊക്കം, 66 കിലോയേ ഉള്ളൂ തൂക്കം. ഒട്ടും ഓവർ വെയിറ്റ് ഇല്ല. സാധാരണ ഈ വെരിക്കോസ് വെയിൻ പേഷ്യൻസ് ഒക്കെ തന്നെ ഓവർ വെയിറ്റ് ഉള്ളവരായിരിക്കും. പക്ഷേ ഇദ്ദേഹത്തിന് അത്ര ഓവർ വെയിറ്റ് ഇല്ല. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സ്റ്റേജ് 4, 5ൽ നിൽക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഒരു 10 കിലോ ഓവർ വെയിറ്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഓൾറെഡി അൾസറിലേക്കും, കാരണം കാലിലൊക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ട്, അൾസറും ബ്ലീഡിങ്ങിലും ഒക്കെ വന്നേനെ ഒരു പക്ഷേ. എനിവേ ഈ പേഷ്യൻ്റ് നമ്മൾ അതുപോലെ കാലിൽ ഈ വെരിക്കോസ് വെയിൻ പേഷ്യൻസിന് വേറൊരു പ്രോബ്ലമാണ് പുകച്ചിൽ വരിക. അപ്പം അതുപോലെ കാലിന് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന് പറയും. കാലിങ്ങനെ ഇടയ്ക്ക് വല്ലാതെ അസ്വസ്ഥത വന്ന് കാലിടയ്ക്ക് ആട്ടിക്കൊണ്ടിരിക്കുന്നത് പോലെ, കാരണം ഉറക്കത്തിനൊക്കെ ഡിസ്കംഫർട്ട് വരും. അത് ഈ രക്തയോട്ടത്തിൻ്റെ കുറവും അവിടെ ഓക്സിജനേഷൻ്റെ എല്ലാം പ്രോബ്ലം വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ പല ഡിസ്കംഫർട്ടുകളും ഉണ്ടായിരുന്ന പേഷ്യൻ്റാണ്. അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിലും നമ്മൾ ബ്ലഡ് ടെസ്റ്റിൽ നോക്കുമ്പം അദ്ദേഹത്തിൻ്റെ ഹോമോസിസ്റ്റിൻ വെരി ഹൈ ആണ്. 52.5 ഉണ്ട് ഹോമോസിസ്റ്റിൻ ലെവൽ. പിന്നെ കാർഡിയാക് മാർക്കേഴ്സും പലതും കൂടിയാണ്. GFR 54 ഉള്ളൂ. ഓൾറെഡി കിഡ്നി ഫംഗ്ഷൻ കുറഞ്ഞു. പിന്നെ പല വൈറ്റമിൻസും കുറവാണ്. B12 കുറവാണ്, ഫോളേറ്റ് കുറവാണ്. ഇതൊക്കെ B12ഉം ഫോളേറ്റും ഒക്കെ കുറയുമ്പോൾ ഹോമോസിസ്റ്റിൻ കൂടും. ഹോമോസിസ്റ്റിൻ ശരിക്കും രക്തക്കൊഴലുകളെ ഡാമേജ് ചെയ്യും. അത് വെരിക്കോസ് വെയിനും ഉണ്ടാക്കും, ഹാർട്ടിൽ ബ്ലോക്കും ഉണ്ടാക്കാം. സോ അതാണ് നമ്മൾ ഒരിടത്തൊരു രക്തക്കൊഴലുകൾക്ക് ഡാമേജ് ഉണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് നമ്മുടെ ശരീരത്തിൽ മൊത്തമായിട്ടാണത് സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പം ഇദ്ദേഹത്തിന് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊടുത്ത് കറക്റ്റ് ചെയ്യാൻ, ഈവൻ അദ്ദേഹത്തിന് യൂറിക് ആസിഡും കൂടുതലാണ്. ഗൗട്ടിൻ്റെ ഹിസ്റ്ററി ഉള്ള ആളാണ്. മൈക്രോ ആൽബുമിൻ, യൂറിന് മൈക്രോ ആൽബുമിൻ ഉണ്ട്. ഇതെല്ലാം ഉള്ള ആൾക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂറിനറി മൈക്രോ ആൽബുമിൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ യൂറിൻ്റെ അതായത് ആ കറക്റ്റ് ന്യൂട്രീഷനും കാര്യങ്ങളും വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മൈക്രോ ആൽബുമിൻ യൂറിനിൽ കൂടെ ആൽബുമിൻ പോകുന്നത് മാറി, ക്രിയാറ്റിൻ കുറഞ്ഞു വന്നു. 54ൽ നിന്ന് 59 ആയി 1 വീക്ക് ആയപ്പോഴേക്കും. ഈവൻ കാലിലെ ചൊറിച്ചിൽ അങ്ങനത്തെ സിംറ്റംസ് എല്ലാം കുറഞ്ഞു വരുന്നുണ്ട്. ബൈ 60 ദിവസം ആയപ്പോഴേക്കും GFR കിഡ്നി ഫംഗ്ഷൻ കൂടി വന്നു. അതുപോലെ ഹോമോസിസ്റ്റിൻ കുറഞ്ഞു വന്നു. ഹോമോസിസ്റ്റിൻ 26ലേക്കായി. അപ്പോൾ അതാണ് നമ്മൾ കറക്ഷൻ ചെയ്യുമ്പം നമ്മൾ ന്യൂട്രീഷൻ കറക്റ്റായിട്ട് കൊടുക്കുക, എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുക. അദ്ദേഹത്തിന് പലപ്പോഴും ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പോലും ഇടയ്ക്കിടയ്ക്ക് ഒരു അൺസ്റ്റേബിൾ അഞ്ചൈന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ കാർഡിയാക് പ്രോബ്ലംസ് കുറഞ്ഞു വന്നു. പിന്നെ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നമ്മൾ ഹാർട്ടിനെ മാത്രമോ അല്ലെങ്കിൽ വെരിക്കോസ് വെയിനെ മാത്രമോ കിഡ്നിയെ മാത്രമോ ലിവറിനെ മാത്രമല്ല, ഹോൾ ബോഡിയെ ആണ് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തും പാരലായിട്ടുള്ള വ്യത്യാസം വരും. ഇദ്ദേഹത്തിന് ഓവർ വെയിറ്റ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഫാറ്റ് ലെവൽ കൂടുതലായിരുന്നു. 25% ഫാറ്റും അബ്ഡോമിനൽ ഫാറ്റ് 8.5 ഉണ്ടായിരുന്നു. ശരിക്കും അബ്ഡോമിനൽ ഫാറ്റൊക്കെ ഒരു 5ന് താഴെ നിൽക്കണം. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി നമ്മളിത് വന്ന് ഒരു 3 മാസം ആയപ്പോഴേക്കും
അല്ല 60 ഡേയ്സ് ആയപ്പോൾ തന്നെ വെയിറ്റ് 58ലേക്ക് വന്നു. അതുപോലെ ഫാറ്റ് ലെവൽ കുറഞ്ഞു 14.5% വന്നു. 4.5 അബ്ഡോമിനൽ, അതായത് വയറ് കുറഞ്ഞു. ഒത്തിരി വയറൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഉണ്ടായിരുന്ന വയറ് തന്നെ കുറഞ്ഞപ്പം വെരിക്കോസ് വെയിനും കുറഞ്ഞു, ഹാർട്ടിന്റെ പ്രശ്നങ്ങളും കുറഞ്ഞു, റീനൽ പ്രോബ്ലംസും കുറഞ്ഞു. അപ്പം എല്ലാത്തിനുമാണ് അതിൻ്റെതായിട്ടുള്ള പാരലൽ ബെനിഫിറ്റ് കിട്ടുന്നത്. ഇപ്പം ഈ പറഞ്ഞ കേസ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ പല അസുഖങ്ങളും ഒരുമിച്ചുണ്ടെന്ന് പറയുന്നു. അതേസമയം ഒരു കാര്യം നമ്മൾ കാണുന്നത് ഈ വേരിക്കോസ് വെയിൻസിന്റെ പ്രശ്നം ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് വേറെ അസുഖങ്ങളാണ് എന്നുള്ളതാണ്. ഇപ്പം വേരിക്കോസ് വെയിൻ്റെ കോംപ്ലിക്കേഷൻ ശരിക്കും ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വന്ന് അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ആ ആൾക്ക് വേറെ ഇപ്പം ഡയബറ്റീസും പ്രഷറും അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസും എല്ലാം ഉള്ളപ്പോഴാണ് അത് വരുന്നത്. അപ്പം എത്രമാത്രം ഈ വെരിക്കോസ് വെയിൻസിന്റെ ട്രീറ്റ്മെന്റിൽ കൂടെയുള്ള അസുഖങ്ങളുടെ ട്രീറ്റ്മെന്റ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? അത് പൊതുവെ നമ്മളിപ്പം ഒരു വെരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെന്റിന് പോയാൽ അതിലേക്ക് മാത്രമാണല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി ആ ഒരു രീതിയിലല്ലല്ലോ ചിന്തിക്കുക. ആ വെരിക്കോസ് വെയിൻ കറക്റ്റ് ചെയ്യാന്നാണല്ലോ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് എന്താണ് മനസ്സിലാക്കേണ്ടത്? വെരിക്കോസ് വെയിൻ പ്രത്യേകിച്ച് അൾസർ ഉള്ള പേഷ്യൻ്റ് അവർ ഒരു നല്ല പെർസെൻറ്റേജും ഡയബറ്റിക് ആയിരിക്കും. അതിൻ്റെ കൂടെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷനും ആർട്ടറിയും കൂടെ ആർട്ടറിയും വെയിനും ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ചും ആർട്ടറി. അപ്പോൾ അവർക്ക് മിക്കവാറും ആർട്ടറിയിൽ പ്രോബ്ലം ഉണ്ടാകും. അൾസറും കൂടെ ഉണ്ടെങ്കിൽ ഷുഗർ കൂടിയിരിക്കുന്ന ആളുടെ അൾസർ ഹീൽ ചെയ്യാൻ വലിയ പാടാണ്. അപ്പം വെരിക്കോസ് വെയിൻ അൾസർ മാത്രമല്ല, അതിൻ്റെ കൂടെ അത് ഡയബറ്റിക് അൾസറുമാണ്. അതിൻ്റെ കൂടെ നെർവ്സിനും ഡാമേജ് വന്നിട്ടുണ്ടാകും, ന്യൂറോപ്പതി ഉണ്ടാകും. അതിനും ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം. ഇദ്ദേഹം ഒരു 60 വയസ്സുള്ള മെയിലാണ്. ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, വെരിക്കോസ് വെയിൻസ് ഉണ്ട്. അദ്ദേഹത്തിന് ആദ്യം വന്നത് വെരിക്കോസ് വെയിനാണ്. 15 ഇയേഴ്സ് ആയിട്ട് ആദ്യം ഹൈപ്പർ ടെൻഷനാണ്. 18 വർഷമായിട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, അതായത് ആർട്ടറിയിലെ ഹൈപ്പർ ടെൻഷൻ. വെരിക്കോസ് വെയിന് 15 വർഷമായി, അതായത് വീനസ് പ്രഷർ കൂടാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. ഡയബറ്റിക് ആണ് 9 ഇയേഴ്സ് ആയിട്ട്. അദ്ദേഹം വരുമ്പം അദ്ദേഹത്തിൻ്റെ HbA1c 11.3 ആണ്. അപ്പോൾ അത് 11.3. ഡയബറ്റീസിനും പ്രഷറിനും മരുന്നെടുക്കുന്നുണ്ട്, പക്ഷെ എന്നാലും HbA1c നിൽക്കുന്നത് 11.3 ആണ്. ബി പിയും 150/90. ബി പി മരുന്നുണ്ടെങ്കിലും അത്ര കൺട്രോൾ അല്ല. അപ്പം അതാണ് സ്റ്റേജ്. അപ്പം ഈ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം കുറച്ച് വലിയ അൾസറുണ്ട്, സ്മോൾ ഒരു അൾസറും ഉണ്ട്, ഇതിൻ്റെ കൂടെ ഡയബറ്റീസും കൂടെ. അപ്പം വെരിക്കോസ് വെയിൻ്റെ അൾസറാണോ ഡയബറ്റിക് അൾസറാണോ എന്നുള്ളത് നമുക്ക് കൃത്യം പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷേ സാധാരണ ഈ വെരിക്കോസ് വെയിൻ്റെ അൾസർ വരുന്നത് ഈ കാലിൻ്റെ ആംഗിളിൻ്റെ ഭാഗത്ത് അവിടെയാണ്. അപ്പം അതിനകത്ത് വെരിക്കോസ് വെയിൻ്റെ ഒരു പാർട്ടും കൂടെ വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ അൾസറിൽ. സോ അപ്പം നമ്മൾ ഇതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് ഓവർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഓവർ വെയിറ്റ് ആണ്. 176 സെൻറ്റിമീറ്റർ ഹൈറ്റും 86.6 കിലോയോളമാണ് തൂക്കമുള്ളത്. അപ്പോൾ ഒബേസിറ്റി ഉണ്ട്. അപ്പം നമ്മൾ ബോഡിയെ കറക്റ്റ് ചെയ്യുന്നതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഡയബറ്റീസിന് തന്നെയാണ്. അപ്പം ഡയബറ്റീസ് നമ്മൾ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് 11.3 ഉണ്ടായത് ഒരാഴ്ച, അതായത് HbA1c ആണെന്ന് ഓർക്കണം. ഡയബറ്റീസ് നമ്മൾ മരുന്ന് ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ ടൈപ്പ് 2 ഡയബറ്റീസ് ആയി, ഇൻസുലിൻ ലെവൽ നോർമലാണ്, പിസിപെപ്റ്റൈഡ് നോർമലാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഡയബറ്റീസിൻ്റെ മരുന്ന് നിർത്തിയിട്ട് മാത്രമേ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊടുക്കുകയുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഡയബറ്റീസിൻ്റെ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുക, ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളൊരു ലോ കാർബ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകും. ഷുഗർ കൂടിപ്പോയാലും വലിയ പ്രശ്നമില്ല, കുറഞ്ഞു പോകുന്നതാണ് മോർ ഡേഞ്ചറസ്. അപ്പം പക്ഷേ ആരുടെയും ഷുഗർ അങ്ങനെ കൂടി പോവുകയല്ലെന്നുള്ളതുമാണ്. യൂഷ്വലി മരുന്ന് നിർത്തിയാൽ തന്നെ 24 to 48 hours മിക്കവാറും എല്ലാവരും, അതായത് കറക്റ്റായിട്ട് നോക്കുന്ന ആൾക്കാരുടെ ഒക്കെ ഷുഗർ കൺട്രോൾ ആകും. ആൻഡ് HbA1c സാധാരണ 3 മാസത്തെ ആവറേജ് ആണ്, പക്ഷെ നമ്മളിത് വീക്ക്ലി ആണ് നോക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് 11.3 ഉണ്ടായിരുന്നേ ഒരാഴ്ച കൊണ്ട് 10.4 HbA1cയിലേക്ക് വന്നു. ആൻഡ് 3 മാസം ആയപ്പോഴേക്കും അത് 6.6ലേക്ക് എത്തി HbA1c. സോ അത്ര ഫാസ്റ്റായിട്ട് HbA1cയും കുറഞ്ഞു വരും എന്നുള്ളത്. അതുപോലെ 3 മാസം ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വെയിറ്റ് കുറഞ്ഞ് 86ൽ നിന്ന് 71ലേക്ക് വന്നു. അപ്പം 86ൽ നിന്ന് 71ലേക്ക് വന്നു. അബ്ഡോമിനൽ പ്രഷർ കുറഞ്ഞു, വീനസ് പ്രഷർ കുറഞ്ഞു. അപ്പം വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങൾ കുറഞ്ഞു. അൾസറൊക്കെ ഒരു മാസം പോലും എടുത്തില്ല, ചെറിയ അൾസറായിരുന്നു. അതുകൊണ്ട് ഒരു 15 days 2-3 വീക്സ് എന്തായാലും ഡേ 30ക്ക് വന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അൾസർ കംപ്ലീറ്റ് ഹീലായി. പിന്നെ കാലിൽ ഡാർക്കനിങ് ഒക്കെ തിരിച്ചു വരാനായിട്ട് സമയമെടുക്കും. പിന്നെ
വെരിക്കോസ് വെയിൻ ഇങ്ങനെ തടിച്ച് നിൽക്കുന്ന കംപ്ലീറ്റ്ലി അങ്ങ് മാറുകയില്ല. കാരണം അത് പതുക്കെ വേണം. അത് വർഷങ്ങളായിട്ട് 15 വർഷം കൊണ്ട് വന്ന് വീർത്ത് വന്നിരിക്കുന്നത് 1 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ അവരുടെ സിംപ്റ്റമാറ്റിക് റിലീഫ് ന്യൂറോപ്പതി കാലിന് സെൻസേഷൻ കുറവുണ്ടായിരുന്നു, പുകച്ചിലുണ്ടായിരുന്നു. അങ്ങനത്തെ സിംപ്റ്റംസ് എല്ലാം അപ്പോഴേക്കും നമുക്ക് കംപ്ലീറ്റ് ഒരു വിതിൻ 1 ഓർ 2 മന്ത്സ് കൊണ്ട് തന്നെ സിംപ്റ്റമാറ്റിക് റിലീഫ് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വളരെ ഫാസ്റ്റായിട്ട് കിട്ടും. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പലരും എന്താണെന്ന് വെച്ചാൽ സിംപ്റ്റമാറ്റിക് റിലീഫ് കിട്ടുമ്പോഴേക്കും റിലാക്സ്ഡ് ആകും, ട്രീറ്റ്മെൻറ്റ് തന്നെ അങ്ങ് നിർത്തി ഇനി അതിന് കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ അത് കറക്റ്റല്ല. കാരണം നമ്മൾ ആ ഫുൾ കറക്ഷൻ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് നിർത്തി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യത കൂടും. ഇപ്പം ഈ വേരിക്കോസ് വെയിൻസ് കാലിൽ ഉണ്ടാകുമ്പോൾ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഈ ഡയബറ്റിക് പേഷ്യൻസിനെ പോലെ തന്നെ ഈ കാലിലുള്ള ആ സെൻസിറ്റിവിറ്റി അങ്ങ് കുറയുന്ന പോലെ തോന്നും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മരവിച്ച ഒരു ഫീലിംഗ് പോലെ തോന്നും. അപ്പോൾ അത് ശരിക്കും ആ സ്റ്റേജ് എന്താണ് നമ്മളെ കാണിക്കുന്നത്? വെരിക്കോസ് വെയിൻ്റെ കൂടുതലും പേരും പുകച്ചിലും കഴപ്പും ഒക്കെയാണ്. ആകെ അസ്വസ്ഥത, റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്നുള്ളതിലാണ് കാണാറുള്ളത്. ഈ ഡയബറ്റീസും കൂടെ ഉള്ളവർക്ക് ഡയബറ്റീസിൻ്റെ അങ്ങേയറ്റം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേദന തോന്നുകയില്ല. പക്ഷെ വെരിക്കോസ് വെയിനിന് അങ്ങനെയല്ല. വെരിക്കോസ് വെയിനിന് വേദന തോന്നാം. അതും വെരിക്കോസ് വെയിനും അതിൻ്റെ കൂടെ ഈ ആർട്ടറിയിൽ ബ്ലോക്കും കൂടെ ഉള്ളവരുടെ അവരുടെ ഏറ്റവും വലിയ സിംറ്റം ഇപ്പം അൾസർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ വേദന കൂടുതലായിരിക്കും അവർക്ക്. അതേസമയത്ത് ഡയബറ്റിക് അൾസറിനാണെങ്കിലും വേദന അത്ര തോന്നിയില്ല, കാരണം അവരുടെ നെർവ്സ് അങ്ങ് വളരെ ഡാമേജ് ആയി പോയിട്ടുണ്ടാവും. ഇവരുടെ രക്തക്കൊഴലുകൾക്ക് അല്ലെങ്കിൽ മറ്റേ നെർവ്സിലെ രക്തക്കൊഴലുകൾ ഡാമേജ് ആകുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം ഡയബറ്റീസുകാരുടെ ഒരു പ്രത്യേകത അവർക്ക് വേദന അത്രയധികം തോന്നുകയില്ല ലേറ്റർ സ്റ്റേജ് എത്തിക്കഴിഞ്ഞു. തുടക്കത്തിൽ പുകച്ചിലും വേദനയൊക്കെ ഉണ്ടാവും. അതേസമയത്ത് വെരിക്കോസ് വെയിൻ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേദന പുകച്ചിലായിരിക്കും കൂടുതൽ വരുന്നത്. അതിൻ്റെ കൂടെ ഈ ആർട്ടറിക്കും കൂടെ വന്നു കഴിഞ്ഞാൽ വേദന കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പോൾ ആ രക്തയോട്ടം കിട്ടാത്തതിൻ്റെ ഉള്ളിലുള്ള ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലായിരിക്കും. ആക്ച്വലി ഈ വേരിക്കോസ് വെയിൻസിൻ്റെ കേസ് നമ്മൾ പറയുമ്പോൾ ഈ വേറെ അസുഖങ്ങളുടെ കാര്യങ്ങൾ അതിൻ്റെ കൂടെ വരുമ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും പാരലായിട്ട് ചെയ്യുന്നതാണല്ലോ വേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പല ട്രീറ്റ്മെൻറ്റ്സ് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറയുമ്പോൾ അതും ഇതിൻ്റെ ഒപ്പം എങ്ങനെയാണ് കൊണ്ടു നടക്കാൻ പറ്റുക? എന്താണെന്ന് വെച്ചാൽ സാധാരണ ഈ വെരിക്കോസ് വെയിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്ന് എന്തെങ്കിലും അൾസറേഷൻ പോലെ വന്ന് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സ്റ്റേജിൽ ആ ആൾക്ക് ശരിക്കും ഇപ്പോൾ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ടാവാം, പല ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അല്ലെങ്കിൽ കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി അതൊക്കെ എത്രമാത്രം സാധ്യമാണ്? ശരി, ഈ വെരിക്കോസ് വെയിനുള്ള പ്രത്യേകിച്ച് അൾസറിലും ഉള്ളവർക്കൊക്കെ നമ്മൾ സാധാരണ എക്സസൈസസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അൾസർ ഉള്ള ആൾ നടക്കാൻ പാടില്ല. അതായത് കാല് ഒത്തിരി നേരം നിന്ന് കഴിഞ്ഞാൽ അൾസർ ഹീലിംഗ് നടക്കുകയില്ല. അവരോടാണ് നമ്മൾ ഫുൾ റെസ്റ്റ് പറയാറുള്ളത്. വെരിക്കോസ് വെയിൻ പേഷ്യൻസ് അൾസർ ഹീൽ ചെയ്യുന്നോടം വരെ റീസണബിളി നല്ല റെസ്റ്റ് എടുക്കാതെ പറ്റില്ല. പക്ഷേ ഇവർക്ക് ഓവർ റെസ്റ്റ് എടുത്ത് നമ്മൾ അനങ്ങാതെ ബെഡേ കയറി കിടന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാണ്. കാരണം ഈ വീനസ് ഫ്ലോ ശരിയാകാത്തത് കൊണ്ട് രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും. അതുപോലെ പൾമണറി എംബോളിസം, അത് കഴിഞ്ഞിട്ട് കുറേ നേരം നടന്ന് വെച്ചിട്ട് പിന്നെ എഴുന്നേറ്റ് നടന്നു കഴിയുമ്പോഴേക്കും പൾമണറി എംബോളിസം വന്ന് അതൊരു വളരെ മാരകമായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അനങ്ങാതെ കിടക്കാനും പറ്റൂല, അതേ സമയത്ത് ചെയ്യാനും പറ്റൂല, എക്സസൈസ് ചെയ്യാനും പറ്റൂല, നടക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഒത്തിരി നടന്നു കഴിയുമ്പോഴേക്കും ഈ വെരിക്കോസ് വെയിൻ്റെ ഏർലി സ്റ്റേജിലാണ് നമ്മൾ നടക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ലേറ്റ് സ്റ്റേജ് വരുമ്പോഴേക്കും നമുക്ക് അതൊന്നും പറ്റാതെയും വരും. അപ്പം ഞാനതൊരു എക്സാമ്പിളായിട്ട് ഞാനൊരു പേഷ്യൻറ്റിൻ്റെ തന്നെ പറയാം. ഈ വെരിക്കോസ് വെയിൻ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും കൂടെയുണ്ട്. ആമവാദം എന്ന് പറയുമല്ലോ. ആമവാദമുണ്ട്, ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ട്, പൈൽസ് ഉണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്, ലിവറിന് ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ട്, കാലിലാണെങ്കിൽ ചെറിയ അൾസറുണ്ട്. നേരത്തെ 2 പ്രാവശ്യം ബ്ലീഡിങ് വന്നിട്ടുള്ള ആളാണ്. അപ്പം ഇദ്ദേഹത്തിന് ആർത്രൈറ്റിസിൻ്റെയും കൂടെ പ്രശ്നം ഉള്ളതുകൊണ്ട് കാലിന് വേദന, കഴുത്തിന് വേദന എല്ലാം ഉണ്ട്. അപ്പം എന്ത് എക്സസൈസ് ചെയ്യാനാണ് നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കുമ്പം നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറയാനല്ലേ പറ്റുള്ളൂ. അപ്പം ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലെ എക്സസൈസ് പാറ്റേണിൻ്റെ നമ്മൾ ഓക്സിഫ്ലെക്സ് എന്ന് പറയും. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടുമായിട്ട് മാത്രം ചെയ്താൽ മതി.
അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ ഉള്ളവർക്കും ആർത്രൈറ്റിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണേലും ഈ മുട്ട് മാറ്റി വയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പേഷ്യൻ്റ് ഉണ്ട്. ഇവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടക്കുകയാണെങ്കിലും നമ്മുടെ വയറാർക്കും കുറയുകയില്ല. യൂഷ്വലി നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഡെയിലി 10 കിലോമീറ്റർ ഓട്ടോ നടക്കുകയോ ഒക്കെ ചെയ്താലും കുടവയർ അങ്ങനെ തന്നെ നിൽപ്പുണ്ടാവും. പക്ഷേ ഈ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വെയിറ്റ് കുറയുന്നതനുസരിച്ച് ഒന്ന് നമുക്ക് കറക്റ്റായിട്ട് പോകുന്നവർക്ക് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം എത്ര വെയിറ്റാണ് കുറയാൻ പോകുന്നതെന്ന്. ഏതാണ്ട് ഒരു 15-20% ഓഫ് ദ ബോഡി വെയിറ്റ്. അപ്പോൾ 100 ഉള്ളവർക്ക് 80ലേക്ക് വരാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന. ഇനി അത്രയ്ക്കൊന്നും നോക്കിയില്ലെങ്കിൽ തന്നെ ഒരു 15%, 100 ഉള്ള ഒരാൾക്ക് 85ലേക്കെങ്കിലും എത്താൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ബാക്കിയുള്ള പാരാമീറ്റേഴ്സിൽ നമുക്ക് അതിൻ്റെ ഒപ്പം എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അത് കുറയും. ഈവൻ വയറിൻ്റെ ചുറ്റളവും നമ്മളൊരു ഒരു ഒരു പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് വയറെത്ര കുറയുന്നുണ്ട്. കാരണം വയറ് കുറയുന്നുണ്ടോ എന്ന് നോക്കി നമുക്കറിയാം അവരെത്ര പറയുന്ന പോലെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് തന്നെ നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ വയറും കുറഞ്ഞു വരുന്നുണ്ടാവും. അപ്പോൾ ഈ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇനിയിപ്പോൾ ഹോമോസിസ്റ്റിൻ എന്നുള്ള ടെസ്റ്റ് വാല്യൂ കൂടുതലാണ്. 26.65 ഉണ്ട്. അപ്പം അത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ വെരിക്കോസ് വെയിൻ ഉള്ള ആൾക്ക് കാർഡിയാക് റിസ്ക് കൂടുതലാണ്. ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക്കാണ് ഈ ഹോമോസിസ്റ്റിൻ കാണിക്കുന്നത്. അപ്പം വെയിനും കൂടെ വരുന്നതും ആർട്ടറിക്ക് വരുന്നതും എല്ലാം ഹാർട്ടിൻ്റെ റിസ്ക് കൂട്ടുന്നു എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഓവർ വെയിറ്റ് ആയിരുന്നില്ല. 163 സെൻറ്റിമീറ്റർ, 60 കിലോയേ ഉള്ളൂ. പക്ഷെ 3 മാസം കൊണ്ട് അദ്ദേഹം 54 കിലോയിലേക്ക് വെയിറ്റ് കുറഞ്ഞു. വിസറൽ ഫാറ്റ്, അതായത് വയറിൻ്റെ ചുറ്റളവ് നോക്കിയാൽ 81 സെൻറ്റിമീറ്റർ ഉള്ളത് 71ലേക്ക് വന്നു. അപ്പോൾ എല്ലായിടത്തും പാരലിലാണ് വ്യത്യാസം വരുന്നത്. 9.5 ഉണ്ടായിരുന്നു വിസറൽ ഫാറ്റ്, അത് 6%ലേക്ക് വന്നു. അപ്പോൾ ഈ എല്ലാത്തിലും പാരലിൽ വ്യത്യാസം വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർത്രൈറ്റിസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കുറഞ്ഞു. ഈവൻ ഗോൾ ബ്ലാഡർ സ്റ്റോണിൻ്റെ സൈസ് പോലും കുറഞ്ഞു വരും. അത് ഈവൻ ഗോൾ ബ്ലാഡർ സ്റ്റോണ്, പോളിപ്പ്, ഇതിലെല്ലാം ചേഞ്ച് വരും എന്നുള്ളതാണ്. അപ്പം നമുക്കിതെല്ലാം ഇപ്പം ഈ മരുന്ന് വെച്ചാൽ ഓപ്പറേഷൻ ചെയ്തോ ചെയ്യുമ്പം നമുക്ക് അതിന് ആ ഒരു കാര്യത്തിലേ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സിസ്റ്റത്തിനും ഈക്വലി ബെനിഫിറ്റ് വരുന്നു എന്നുള്ളതാണ്. ഈ വെരിക്കോസ് വെയിൻസിൻ്റെ പേഷ്യൻസിൽ പലരിലും ആർത്രൈറ്റിസ് കാണാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത് തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ശരിക്കും ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഈ ചില കേസുകളിൽ പറയുന്നത് ഇപ്പം ഈ കുറേയൊക്കെ ഇങ്ങനെ സ്റ്റെറോയിഡ്സും പെയിൻ കില്ലേഴ്സും ഒക്കെയാണല്ലോ ആർത്രൈറ്റിസിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റെറോയിഡ്സും പെയിൻ കില്ലേഴ്സും ഒക്കെ പലതും ഈ വെരിക്കോസ് വെയിൻസിന് അതിന് കോൺട്രാഇൻഡിക്കേറ്റീവ് ആണെന്നും അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരാറുണ്ടെന്നൊക്കെയാണ്. അപ്പം ശരിക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഇത് രണ്ടും ഉള്ളവർ എന്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? വെരിക്കോസ് വെയിൻ പലപ്പോഴും ആമവാദമൊക്കെ ആണെങ്കിൽ അവർക്ക് വെരിക്കോസ് വെയിന് അതിനേക്കാളും കൂടുതൽ അവർ മറ്റേ വെരിക്കോസ് വെയിൻ ഒരിക്കലും പെയിൻ ഉണ്ടാക്കില്ല. അത് എൻഡ് സ്റ്റേജിലേ പെയിൻ ഉണ്ടാക്കുള്ളൂ. ആമവാദത്തിൻ്റെ ഒരു പ്രത്യേകത അതിന് തുടക്കം തന്നെ വേദനയായിരിക്കും. അപ്പോൾ ഈ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിറോയിഡ്സും ഒക്കെ എടുക്കുമ്പം അതുപോലെ തന്നെ വേദന കാരണം ഒരു എക്സസൈസും കുറവായിരിക്കും. അവരുടെ മസിൽ കുറഞ്ഞു പോകും, എക്സസൈസ് ഉണ്ടാവില്ല, വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം നാച്ചുറലി വെരിക്കോസ് വെയിൻ അവിടെ വീണ്ടും കൂടുകയായിരിക്കും ചെയ്യുന്നത്. വെരിക്കോസ് വെയിൻ്റെ ഇത് പ്രോബ്ലംസ് ആ മരുന്ന് ഡയറക്റ്റ്ലി അല്ല വെരിക്കോസ് വെയിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ്ലി വീനസ് പ്രഷർ കൂടും, വയറ് കൂടും, വീനസ് പ്രഷർ കൂടും. അപ്പം വെരിക്കോസ് വെയിൻ നാച്ചുറലി കൂടും, മസിലും ബോണും ഇതാകും. അപ്പം ഈ മരുന്നുകളും കൂടെയാണ് അവിടെ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പം റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസിനൊപ്പം വെരിക്കോസ് വെയിനും കൂടെ ഉണ്ടെങ്കിലും നമ്മൾ പലരും ഉണ്ടാവും MMF 3-4 മരുന്നുകളായിരിക്കും കഴിക്കുന്നത്. HCQ, MMF, ഡെഫാക്കോട്ട്, അങ്ങനെ പല. പിന്നെ അതിൻ്റെ കൂടെ ചിലപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടൈപ്പുള്ള വേറെ ഇഞ്ചക്ഷനുകളും മരുന്നുകളും ഒക്കെ ഉണ്ടാവും. എന്നാലും ഇവർക്ക് പലർക്കും വേദനകൾ കൂടുതലായിരിക്കും. പക്ഷേ ഈ പേഷ്യൻസിനൊക്കെ ആണെങ്കിലും നമ്മൾ അവരുടെ ബോഡിയെ കറക്റ്റ് ചെയ്യുമ്പം പാരലായിട്ട് നമ്മൾ ബോഡിയെ കറക്റ്റ് ചെയ്യുമ്പോഴെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോഡിയിലെ കൊഴുപ്പ് കുറയ്ക്കുക, മസിലും ബോണും ബിൽഡപ്പ് ചെയ്യുക. അപ്പം ആ മസിലും ബോണും മിക്കവാറും രോഗികളായിട്ടുള്ളവർ എല്ലാവർക്കും തന്നെ കുറവായിരിക്കും, പ്രത്യേകിച്ച് അവർ എക്സസൈസ് ഒന്നും ഇല്ലാതിരിക്കുമ്പം.
അപ്പം മസിലും ബോണും ബിൽഡപ്പ് ചെയ്യുക, കൊഴുപ്പ് കുറയ്ക്കുക. ഇത് നടക്കണമെങ്കിൽ നമ്മൾ കറക്റ്റ് ന്യൂട്രീഷൻ കൊടുക്കണം. അവരുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്താൽ മാത്രമേ അവർ നമുക്ക് ഈ മസിലും ബോണും ബിൽഡ് ചെയ്യാനും, പിന്നെ കാർബോഹൈഡ്രേറ്റും ഫാറ്റും അതുപോലെ നമ്മൾ ഈ എസെൻഷ്യൽ ഫാറ്റ് അല്ലാത്ത ഫാറ്റിൻ്റെ അളവ് കുറയ്ക്കുക. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ചെയ്യാൻ വേണ്ടി, പ്രത്യേകിച്ച് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒക്കെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പം ആ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ omega-3-6 ബാലൻസ്, omega-6 ഫാറ്റും omega-3 ഫാറ്റും തമ്മിലുള്ള ബാലൻസ് കറക്റ്റ് ചെയ്യണം. അപ്പം ജനറലി നമ്മളുടെ ഫുഡിൽ omega-3 തീരെ കുറവും omega-6 വെരി ഹൈയുമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്നിപ്പം ഈ കുക്കിംഗ് ഓയിലിൻ്റെ ഉപയോഗം നമുക്ക് ഇത്ര പ്ലെൻറ്റി ആണല്ലോ. അതുപോലെ സീഡ്സ്, കശുവണ്ടി, കപ്പലണ്ടി, ബദാം, പിസ്റ്റ, ഇതൊക്കെ നമ്മളുടെ ഒരു ഡെയിലി ഫുഡിൻ്റെ ഭാഗമാണ്. പിന്നെ ഉള്ള ഫ്രൈസും എല്ലാം വരുന്നുണ്ട്. കാരണം കമ്പാരിറ്റീവ്ലി ഓയിലിന് ചീപ്പുമാണ്. അപ്പം ഇതെല്ലാം നമ്മൾ omega-6 കൂട്ടുകയാണ്. നമ്മൾ ഈ സാധാരണ ഉപയോഗിക്കുന്ന നട്ട്സിൽ ഒന്നും എല്ലാവരും കരുതും ബദാമൊക്കെ ഭയങ്കര omega-3 കൂടുതലാണ്. പക്ഷെ അങ്ങനെയല്ല. ബദാമിലൊന്നും omega-3 ഒട്ടും തന്നെ ഇല്ല. അതെല്ലാം omega-6 വെരി ഹൈ ഇൻ omega-6. അതെല്ലാം ഇൻഫ്ലമേറ്ററിയാണ്. ഇപ്പം വെരിക്കോസ് വെയിൻ ആണെങ്കിലും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിലും ഇതെല്ലാം ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സാണ്. അപ്പം അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കണം. അതുപോലെ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് omega-6 ആയിരിക്കും. അപ്പം അത് കുറയ്ക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെയിറ്റ് കുറയ്ക്കണം എന്ന് പറയുന്നത്. അപ്പം ഈ ബോഡിയുടെ പ്രൊപ്പോർഷൻസ് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ സെല്ലുലാർ ലെവലിൽ തന്നെ നമ്മുടെ പ്രൊപ്പോർഷൻസ് കറക്റ്റിലാകുകയാണ്. അതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ടും ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ച് നമുക്ക് വെരി ഫാസ്റ്റാണ്. നമുക്ക് മരുന്നുകൾക്ക് തരുന്നത് പെട്ടെന്ന് വേദന കുറയ്ക്കാൻ ഡെഫിനറ്റ്ലി വിതിൻ അവേഴ്സ് കുറയല. പക്ഷെ വിതിൻ വീക്സ് നമ്മളുടെ ഡിസ്കംഫോർട്ട്സ് കുറയും. അപ്പം ആ സമയം നമ്മൾ ആ പേഷ്യൻ്റ് ഡിസ്കംഫോർട്ട് ഉള്ള സമയങ്ങളിൽ ഡെഫിനറ്റ്ലി സിംറ്റമാറ്റിക് മെഷേഴ്സും കൂടെ കൊടുക്കും. കാരണം പേഷ്യൻ്റ് കംഫർട്ടബിൾ ആണെങ്കിൽ അവർക്ക് എക്സസൈസ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അപ്പം യൂഷ്വലി വിതിൻ ഒന്നോ രണ്ടോ ആഴ്ചയെ വേണ്ടി വരുള്ളൂ നമ്മൾ ഈ പെയിൻ കില്ലേഴ്സ് ഒക്കെ പോലെയുള്ളത് എടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ വെരിക്കോസ് വെയിൻസ് ഉള്ളവർ ഇമ്മ്യൂണോ സപ്രസൻസ് കഴിക്കേണ്ടി വരികയാണെങ്കിൽ ഫോർ വെരിക്കോസോ അല്ലെങ്കിൽ ആർത്രൈറ്റിസോ അല്ലെങ്കിൽ വേറെ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾക്കോ ഒക്കെ കഴിക്കേണ്ടി വരികയാണെങ്കിൽ അവർ ശരിക്കും എന്താണ് മനസ്സിലാക്കേണ്ടത്? വെരിക്കോസ് വെയിൻസ് ഉള്ളവർ ഇമ്മ്യൂണോ സപ്രസൻസ് എടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ എമർജൻസി ആവശ്യങ്ങൾക്ക് ഇപ്പം നമ്മൾ എന്തെങ്കിലും പല കാര്യങ്ങൾക്ക് ഇമ്മ്യൂണോ സപ്രസൻസ് എടുക്കേണ്ടി വരുമല്ലോ. ആസ്മ, അലർജി, റുമറ്റോയ്ഡ് ഇങ്ങനെ പെട്ടെന്ന് പെയിന്, ഈവൻ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ഏറ്റവും കൂടുതൽ ഒരു രോഗം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ന്യൂമോണിയ വന്നാലോ പോലും ഒരു സ്റ്റേജിൽ ഇങ്ങനെ വലിയ ഒരു പേഷ്യൻ്റ് ഒരു സീരിയസ്ലി സിക്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും സ്റ്റീറോയിഡ്സ് ഒക്കെ വേണ്ടി വരും ലൈഫ് എന്താ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ആ ജീവൻ രക്ഷിക്കുന്ന സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻ്റ് സ്റ്റേബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ പേഷ്യൻ്റ് സീരിയസ്ലി ഇല്ലായിരിക്കുന്ന സമയത്ത് നമുക്ക് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കാൻ തുടങ്ങാൻ പറ്റില്ല. അതേസമയത്ത് പേഷ്യൻ്റ് സ്റ്റേബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിറോയിഡ് വോട്ടവർ റൈസ് എടുത്ത് നമ്മൾ പേഷ്യൻറ്റിനെ സ്റ്റേബിൾ ആക്കുക. സ്റ്റേബിളായി നമ്മളൊന്ന് ശബ്ദമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ചുകൊണ്ട് പതുക്കെ അതിൽ നിന്ന് വിത്ഡ്രോ ചെയ്ത് നമ്മൾ ആ മരുന്നുകൾ കുറച്ചുകൊണ്ട് വന്ന് നിർത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിന് സ്റ്റിറോയിഡ്സും ഇതൊക്കെ എടുക്കുമ്പോൾ വെയിറ്റ് ഗെയിൻ വരും, നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും. ഇമ്മ്യൂണിറ്റി കുറയുമ്പം എന്തെങ്കിലും പൊട്ടലോ മറ്റേ അൾസറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിയാൻ ബുദ്ധിമുട്ട് വരും, ഇൻഫെക്ഷനിലേക്ക് പോകാം. എല്ലാം നമ്മൾ ഇമ്മ്യൂണിറ്റി ആണ് നമ്മളെ കൺട്രോൾ, നമ്മളുടെ പ്രൊട്ടക്ടർ. ശരിക്കും നമ്മുടെ റിയൽ ഡോക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഡോക്ടറാണ് ഇമ്മ്യൂൺ സിസ്റ്റം. അതിനെ നമ്മൾ മരവിപ്പിക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ അത്യാവശ്യമായിട്ട് വരാം. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തെ മരവിപ്പിക്കുന്ന മരുന്നുകൾ ലൈഫ് സേവിങ് ആയി മാറും. പക്ഷെ ആ ലൈഫ് സേവിങ് സിറ്റുവേഷൻ നമ്മൾ പോകുന്നു ലൈഫ് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിസ്റ്റംസ് സ്റ്റേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് അത് ജീവിതകാലം മുഴുവൻ കണ്ടിന്യൂ ചെയ്യുക. അപ്പം അതാണ് നമ്മൾ പലപ്പോഴും ഇപ്പോഴത്തെ ഒരു സിസ്റ്റം. വൺസ് തുടങ്ങിയാൽ പിന്നെ അത് ജീവിതകാലം മുഴുവൻ കണ്ടിന്യൂ ചെയ്യുക. അതിൽ നിന്ന് മാറി നമുക്ക് ഇന്ന് ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകൾക്കെല്ലാം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും ആർത്രൈറ്റിസ് ആണെങ്കിലും ഏത് ഓസ്റ്റിയോ ആർത്രൈറ്റിസോ ഏത് കാര്യത്തിനാണെങ്കിലും ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള ആൾക്ക് അതിനൊരു ജീവിതശൈലി സൊല്യൂഷൻ ഉണ്ട്, ഏത് നിലയിലാണെങ്കിലും. പിന്നെ എന്ത് സ്റ്റേജ് എത്തി, ഇപ്പോൾ റീനൽ ഫെയിലിയർ സ്റ്റേജ് 5 എത്തി, അല്ലെങ്കിൽ കാർഡിയാക് ഫെയിലിയർ സ്റ്റേജ് 5 എത്തി, ഇഞ്ചക്ഷൻ പമ്പിങ് ഒക്കെ 40% കുറഞ്ഞവർക്ക് പോലും നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഒരു 30% കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനത്തെ ഇത് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അത്ര എഫേർട്ട് എടുക്കാനൊന്നും
അതിനൊരു അർത്ഥമില്ലാത്ത നിലയിലേക്ക് വരും. കാരണം ഇതിനൊരു കോസ്റ്റ് വരും. നമ്മളിത് ബോഡിയെ മനസ്സിലാക്കി ഇത് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് എന്ന് പറയുമ്പം അതിൻ്റെ ഒരു എഫോർട്ടും കോസ്റ്റും എല്ലാം വരുന്നുണ്ട്. അപ്പം നമ്മളിതൊന്നും എൻഡ് സ്റ്റേജിൽ എത്തിയിട്ടല്ല ചെയ്യേണ്ടത്. നമുക്ക് നേരത്തെ തന്നെ ഇപ്പം ഏതിൻ്റെ ആസ്പെക്റ്റ് ആണെങ്കിലും നേരത്തെ തന്നെ ചെയ്യാന്നുള്ളതാണ്. പിന്നെ വെരിക്കോസ് വെയിൻ്റെ കാര്യത്തിൽ ഈവൻ സ്റ്റേജ് 5 6 പോലും അത് മാത്രമേ ഉള്ളൂ. മറ്റ് കിഡ്നിയൊന്നും സിവിയർലി അഫക്റ്റ് ചെയ്തിട്ടില്ല, ഹാർട്ടിനെ ഒന്നും ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആ സ്റ്റേജ് പോലും വലിയ അൾസർ ആയിട്ടില്ലെങ്കിൽ ചിലരുണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഈ അൾസറൊക്കെ വലിയ അൾസർ അവരുടെ കാലം അവർ പോലും കാണുകയില്ല. ഇപ്പം പിന്നെ ഹോസ്പിറ്റലിൽ പോയി അവരവിടെ നിന്ന് ഡ്രസ്സ് ചെയ്ത് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് കെട്ടിവെക്കും, ആഴ്ചയിൽ ഒന്ന് പോയി ഡ്രസ്സ് ചെയ്ത്. ആ നിലയിൽ വലിയ അൾസറിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റില്ല. ചെറിയ അൾസറും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. മരുന്നും നിർത്തി ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ വെരിക്കോസ് വെയിൻസിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു പേഷ്യന്റിന് ഇങ്ങനെ ഇത് സീരിയസ് ആയി ഈ പറഞ്ഞ പോലത്തെ ഒരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു അൾസർ സ്റ്റേജ് വന്നാൽ പിന്നെ ആ ഡോക്ടറിന്റെ അഭിപ്രായത്തിൽ അത് പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള കെയർ തന്നെ വേണം. പൊതുവെ ഇങ്ങനത്തെ കേസുകളിൽ ഉള്ള ഒരു ഡൗട്ട് ശരിക്കും ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ക്ലിനിക്കലി സപ്പോർട്ടഡ് ആയിട്ട് ചെയ്യലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആ ഒരു എൻഡ് സ്റ്റേജിൽ സാധ്യമല്ലാത്തതുകൊണ്ട് ഈ ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ പൊതുവെ ഉള്ള ഒരു ധാരണ അങ്ങനത്തെ ഒരു ആവശ്യം വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ കാര്യം ശരിയായിരിക്കും, ചെറിയ അൾസർ ആയിരിക്കാം തുടക്കം, പക്ഷേ അത് മറ്റേ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനും അതൊക്കെ ആ സമയത്തൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പൊ ആ ഒരു ഫിയർ തന്നെ ഒരു വലിയ ഫിയർ അല്ലേ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷന്റെ കാര്യത്തിലേക്ക് വരാനായിട്ട്? പേഷ്യൻ്റ് ഇവൻ പലപ്പോഴും പലരും മനസ്സ് വലിയ അൾസർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മോഡേൺ മെഡിസിനിലാണെങ്കിലും ഒന്നും ചെയ്യാനില്ല. പലരും സർജറികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യാനുള്ള രക്തക്കുഴലുകളെല്ലാം ഡാമേജ് ആയി പോയി കഴിഞ്ഞിട്ടായി. അൾസർ സ്റ്റേജിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ചെയ്യുന്ന ഇപ്പം ഈ രക്തക്കുഴലുകൾ എടുത്തു കളയുന്ന സ്ട്രിപ്പിങ് അല്ലെങ്കിൽ വിനോസീൽ, റേഡിയോ അബ്ലേഷൻ ഇതൊന്നും അവിടെ റോളില്ല. അവിടെ പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്ന സ്കിൻ ഗ്രാഫ്റ്റിംഗ് ആണ്. അൾസറിനെ ക്ലോസ് ചെയ്യാനായിട്ട് സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇത്തരം പേഷ്യൻസ് അത്രയും എൻഡ് സ്റ്റേജിലേക്ക് ഇങ്ങനെ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഒക്കെ വേണ്ടി വന്ന പേഷ്യൻറ്റിന് അവർക്ക് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പം ഞാനീ പറഞ്ഞ നമ്മൾ വലിയ അൾസറുകൾ, നമ്മൾ അൾസർ ഡ്രസ്സിങ് അതൊക്കെ അവർക്ക് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ സെൽഫ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യിപ്പിക്കുക. അതിനപ്പുറത്തേക്ക് അവർക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റാത്ത നിലയിലുള്ള അൾസർ ഉണ്ടെങ്കിൽ അവർ അതിന് വേണ്ട കെയർ മറ്റ് നിലയിലെടുക്കണം. ചെറിയ അൾസറുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഡയറക്ഷനിലുള്ള അത് ചെയ്താൽ തന്നെ മതിയാവും. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ചെറിയ അൾസറാണെങ്കിൽ 2 വർഷമായിട്ട് നിലനിൽക്കുന്ന അൾസറാണെങ്കിൽ പോലും നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി വളരെ ഫാസ്റ്റായിട്ട് കറക്റ്റഡായി, പ്രത്യേകിച്ച് വെരിക്കോസ് വെയിൻ മാത്രം ഉള്ളെങ്കിൽ, അതിൻ്റെ ഒപ്പം ആർട്ടറി ബ്ലോക്കും കൂടെ ഉണ്ടെങ്കിൽ അതും വേറെ രീതിയിലായിരിക്കും കാണുന്നത്. പക്ഷെ ഏത് പേഷ്യൻറ്റിനാണെങ്കിലും നമ്മൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷനൊക്കെ ഇതിൻ്റെ പാരലായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അൾസറും അപ്പോഴേക്കും ഞാൻ ഡയറക്റ്റ്ലി ഒന്നും ചെയ്തില്ലെങ്കിലും അപ്പോഴേക്കും അൾസറും മിക്കവാറും കുറച്ച് വലിയ അൾസറാണെങ്കിലും അത് കുറച്ച് ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ സ്കിൻ ഗ്രാഫ്റ്റിംഗ് പിടിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. പിന്നെ ഷുഗർ കൺട്രോൾ ആയ ആൾക്ക് സ്കിൻ ഗ്രാഫ്റ്റ് സക്സസ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള സ്കിൻ ഗ്രാഫ്റ്റിംഗ് ആവശ്യമുള്ള പേഷ്യൻസിന് പോലും നമ്മൾ ഈ മറ്റ് സിസ്റ്റമിക് ഡിസീസസ്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ ഒക്കെ കറക്റ്റ് ചെയ്യാൻ ഒരു മാസത്തിന്റെ കാര്യമേ വരുന്നുള്ളൂ. അപ്പൊ ആ ഒരു മാസം നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുത്ത് ഇതൊക്കെ കറക്റ്റ് ചെയ്ത് അതിന്റെ കൂടെ നമുക്ക് അതിന്റെ സൈസ് കണ്ടിട്ട് നമുക്കത് നമ്മളുടെ രീതിയിലുള്ള വൂണ്ട് കെയർ മാത്രം കൊടുത്താൽ മതിയെങ്കിൽ അത് പറയും. ഇല്ലെങ്കിൽ അവർ ഹോസ്പിറ്റൽ വൂണ്ട് കെയർ യൂഷ്വലി ഇവരൊക്കെ മിക്കവാറും പേരും ഓരോ ആഴ്ചയിൽ പോയി ഡ്രസ്സിങ് ചെയ്തു പോരുക. കാരണം വെരിക്കോസ് വെയിൻ ഒന്നും ഒരിക്കലും മാറുന്ന ഹോസ്പിറ്റലല്ലോ. അതുകൊണ്ട് കണ്ടിന്യൂസ്ലി അഡ്മിറ്റ് ചെയ്തൊന്നും ഇപ്പം കിടക്കാറില്ല. കാരണം ഇപ്പം ഹോസ്പിറ്റൽസ് എല്ലാം അങ്ങനെയാണല്ലോ. ആരെയും അധികം ദിവസം നല്ല വലിയ ഹോസ്പിറ്റൽസ് ഒന്നും കിടത്തുകയില്ല. ഒരു ഫ്യൂ ഡേയ്സ് കൂടുതൽ അവർ കിടത്തുകയില്ല. ബിക്കോസ് പണ്ടൊന്നും നമ്മളുടെ ഇന്ത്യയിൽ ഈ ഹോസ്പിറ്റൽ അഡ്മിഷൻ ഒരു പ്രശ്നമായിരുന്നില്ല. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നമ്മളെപ്പോഴും ഓപ്പറേഷൻ കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യും, പിന്നെ പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. പേഷ്യൻ്റ് കംഫർട്ടബിൾ ആകുമ്പോഴാണ് വീട്ടിൽ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ മേജർ ഹോസ്പിറ്റൽസും ഓപ്പറേഷൻ ചെയ്താൽ പിറ്റേ ദിവസം വീട്ടിൽ വിടണം എന്നുള്ളതാണ്. കാരണം ഹോസ്പിറ്റൽ കെയറിൻ്റെ കോസ്റ്റ് താങ്ങാൻ പറ്റുന്നതിനേക്കാളും കൂടുതലായി പോകും.
അപ്പം ഇവിടെയാണേലും ഇതാണ് നമുക്ക് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുത്ത് ഈ സ്കിൻ ഗ്രാഫ്റ്റ് വേണ്ട ഒരു വുണ്ടാണെങ്കിൽ പോലും നമുക്കത് കറക്റ്റ് അതിൻ്റെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും സിസ്റ്റമിക് ഡിസോർഡേഴ്സും കറക്റ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി അതിൻ്റെ സർജറിയുടെ റിസൾട്ട് ആണെങ്കിലും മച്ച് ബെറ്റർ ആയിരിക്കും. രോഗകാരണം മനസ്സിലാക്കി പ്രബുദ്ധരാക്കുക. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രോഗങ്ങളെ മാറ്റുക. കൂടുതൽ ഹെൽത്ത് വീഡിയോകൾക്കും ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണ അറിവുകൾക്കുമായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയ ശേഷം ബെൽ ബട്ടൺ അമർത്തുക.